ഹലോ മൈ ഡിയർ ചാമ്പ്യൻസ്, എല്ലാവർക്കും വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ ചാമ്പ്യൻസ്. നിങ്ങളൊക്കെ വിചാരിക്കണ്ടാണ് സാർ എങ്ങോട്ട് പോയി, സാർ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വരുന്നത്. ഒന്നുമില്ല മക്കളെ, എൻ്റെ സ്വന്തം ചേട്ടൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ പോയി. ചേച്ചി കാസർഗോഡ് നിന്നായിരുന്നു. അപ്പോൾ നല്ല യാത്രയുള്ളൊരു കല്യാണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് കഴിഞ്ഞ ലെക്ചറും ഈ ലെക്ചറുമായിട്ട്. പക്ഷേ നിങ്ങളൊക്കെ കഴിഞ്ഞ ലെക്ചർ കണ്ടു, അതിൻ്റെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു, അത് കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ലെക്ചർ. ഓക്കെ, IUPAC-Nomenclature നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ നെയിമിംഗ് ഓഫ് ആൽക്കഹോൾസ് വരെയും ചെയ്തു. നെയിമിംഗ് ഓഫ് ആൽക്കഹോൾസ് വരെയും ചെയ്തു. അത് കഴിഞ്ഞ് തയോൾസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ലെക്ചർ സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിന്നാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കും മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, ഇനി പുതിയ മക്കളുണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാ ക്ലാസ്സിലും പുതിയ മക്കൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സസ് കാണാനായിട്ട്. വെരി വെരി വാം വെൽക്കം എല്ലാവർക്കും. എൻ്റെ ഒരു ബിഗ് ഹഗ്. പുതിയ മക്കളുണ്ടെങ്കിൽ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സുദർശൻ. നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയിലാണ്. കോളേജ് പഠിച്ചതൊക്കെ ബിച്ച്പിലാനിയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. മാസ്റ്റേഴ്സ് എടുത്തത് കെമിസ്ട്രിയിൽ, എടുത്തതൊക്കെ ബിച്ച്പിലാനിയിൽ നിന്നാണ്. ഞാൻ അധികം പറയുന്നില്ല, കാര്യം പഴയ മക്കൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പഴയ മക്കളെല്ലാവരും ബോറടിക്കും നമ്മുടെ ഇൻട്രൊഡക്ഷൻ കേട്ട്. കാര്യം എന്താ വെച്ചാൽ ഞാനിത് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. സോ ഇഫ് യു വോണ്ട് ടു നോ മോർ അബൌട്ട് അസ്, അത് എന്നെക്കുറിച്ച് മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് പഴയ വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഓൾ ദ ടീച്ചേഴ്സ്. അത് എന്നെക്കുറിച്ച് മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സ്. അപ്പുറത്ത് ഹെമിൻ സർ ഉണ്ട്, ജോയൽ മാം ഉണ്ട്, ആഷിമ മാം ഉണ്ട്, ലെറിൻ മാം ഉണ്ട്. ഓക്കെ ഫൈൻ, ഗുഡ്. അപ്പം നമുക്കിന്ന് കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത് പോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരണം ടു ഗ്രോ ദ ചാനൽ. ഓക്കെ, ബിക്കോസ് നമ്മളൊരു ഫാമിലിയാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഗ്രോ ആൻഡ് റീച്ച് ആസ് മെനി സ്റ്റുഡൻസ് ഇസ് പോസിബിൾ. അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? പിന്നെ ഈ മോട്ടിവേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയാൻ വെച്ചിരുന്നൊരു കാര്യമാണ്. നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ കോട്ടയിൽ 2 ദിവസം മുമ്പ് ഒരു വെരി വെരി അൺഫോർച്ചുനേറ്റ്, വെരി വെരി സാഡ് ഇവൻറ്റ് നടന്നു. ബേസിക്കലി സ്റ്റുഡൻസ് 2 സ്റ്റുഡൻസ് എന്തോ സ്യൂസൈഡ് ചെയ്തു, പ്രിപ്പറേഷൻ്റെ പ്രഷർ കാരണം. മക്കളെ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും പ്രഷർ വരുന്നത്? വാട്ട് ഈസ് എ റീസൺ? എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അത്രയും പ്രഷർ വരാൻ കാരണം? കുറേ പേര് പറയും സർ വീട്ടിൽ നിന്നുള്ള പ്രഷർ. കുറേ പേര് പറയും സർ ഇതെൻ്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഓക്കെ, സക്സീഡ് ചെയ്യാനായിട്ട്, ലൈഫിൽ സക്സീഡ് ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ എക്സാം ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടേ എന്നറിയില്ല. അല്ലേ? ഇതാണ് ഈ രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും പ്രൈമറി റീസൺ. അതായത് നിങ്ങൾ വിചാരിക്കുന്നത്, what you think in your mind is this is the last opportunity that you get in your life എന്നുള്ളൊരു ധാരണയിൽ മുന്നിൽ പോയത് കൊണ്ടാണ്. അതിന് പല കാരണങ്ങളും ഉണ്ട്. കുറേയൊക്കെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഈ ഒരു പ്രഷർ വരുന്നുണ്ട്. ദാറ്റ് ഓക്കെ ഫൈൻ, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നിങ്ങൾ ക്രാക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഇത്രയും നാളത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടുള്ള അനുഭവം വെച്ചിട്ട് പറയുകയാണ്, this is not the last opportunity that you get in your life. This is the first big opportunity. ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം, this is the first big opportunity. അതായത് ആദ്യത്തെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രം. അത് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്യുക. ലൈഫ് നിങ്ങൾക്കിപ്പോൾ ആകെ 17-18 വയസ്സേ ഉള്ളൂ. അതായത് 1/3 ഓഫ് ദ ലൈഫ് പോലും ജീവിച്ചിട്ടുള്ള, 1/3 കുറവേ ഉള്ളൂ. അപ്പോൾ മക്കളെ, ലൈഫിൽ ഇനി എന്തോരം കാണാൻ കിടക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. you will be bombarded with options and opportunities in your life. നിങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ട്രൈ ടു grab that opportunity.
വിത്ത് യുവർ ഫുൾ എഫേർട്ട്, 100% എഫേർട്ട്. അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇനി ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോണില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇറ്റ്സ് എ ഫസ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി, നോട്ട് ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് പഠിക്കുക. പിന്നെ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ യു ഷുഡ് ഫോൾ ഇൻ ലവ് വിത്ത് യുവർ പ്രിപ്പറേഷൻ. അതായത് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി ടീച്ചേഴ്സ് യു എ ലോട്ട് ഓഫ് അതർ തിങ്സ് ഓൾസോ. എന്തൊക്കെ നിങ്ങളെ പഠിപ്പിക്കും? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് മാത്രമല്ല, നിങ്ങളുടെ ഒരു പെർസിവിയറൻസ്, ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ഡിസിപ്ലിൻ, അല്ലെ, പഞ്ച്വാലിറ്റി, ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ജേർണിയാണിത്. എൻജോയ് ദാറ്റ്. 100% ഞാൻ ആണയിട്ട് പറയാം മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം തന്നെ വരുത്തും, ഈ പ്രിപ്പറേഷൻ ജേർണി. ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന പാഠം, ഇപ്പം നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ 2 കൊല്ലത്തെ പ്രിപ്പറേഷൻ ജേർണി വിൽ ടീച്ച് യു എ ലോട്ട് ഓഫ് തിങ്സ്. കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞത് കണ്ടന്റും തിയറിയും മാത്രമല്ല, അല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാട്ടോ പറയുന്നത്. ഞാൻ പഠിച്ച കാര്യങ്ങളുണ്ട് എൻ്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിന്ന്. അതെനിക്ക് കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റി, അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. കാര്യം അത്രയും ഡെഡിക്കേഷനോടെ നമ്മളൊരു ലക്ഷ്യത്തെ എന്താ പറയുക, ഒരു ലക്ഷ്യം നമ്മൾ നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ ജേർണിയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന പാഠങ്ങൾ ആർ ഇമ്മെൻസ്. ഓക്കെ, അപ്പോൾ യു ഷുഡ് ഫോൾ ആൻഡ് ലവ്, യു ഷുഡ് എംബ്രേസ് ദിസ് പ്രിപ്പറേഷൻ ജേർണി. എംബ്രേസ് എന്ന് വെച്ചാൽ നിങ്ങളത് ആസ്വദിക്കണം. ഓക്കെ, അതായത് അല്ലാണ്ട് എല്ലാ സ്റ്റെപ്പിലും ടെൻഷൻ അടിച്ചുകൊണ്ട് അയ്യോ ഇന്ന് ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ എല്ലാം പോയി, അയ്യോ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതമാകെ കുട്ടിച്ചോറാവും എന്നുള്ളൊരു ധാരണയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി അത്രയ്ക്ക് ഹെക്ടിക് ആയിരിക്കും. നിങ്ങളുടെ കൊച്ചു തലയിൽ, നിങ്ങളുടെ കൊച്ചു മനസ്സിൽ അത്രയും പ്രഷർ താങ്ങാനുള്ള ചിലപ്പോൾ എല്ലാവർക്കും ആ കഴിവ് കൊടുത്തൊന്നും വരില്ല. അപ്പോൾ അത്രയും പ്രഷർ എടുത്തുകൊണ്ട് പോകരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഒറ്റൊരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി, ദിസ് ഇസ് ദ ഫസ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് യു ഗെറ്റ് ഇൻ യുവർ ലൈഫ്, നോട്ട് ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് എൻജോയ് യുവർ പ്രിപ്പറേഷൻ ജേർണി. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഞങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അപ്പോൾ ആ ഒരു ധാരണയിൽ മുന്നോട്ട് പോവുക. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, കൂൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ IUPAC-Nomenclature കാണാത്തവർ ദയവ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് കാണുക. കഴിഞ്ഞ 3 ലെക്ചേഴ്സ് കഴിഞ്ഞു, GOCയുടെ 3 ലെക്ചേഴ്സ് കഴിഞ്ഞു. അത് 3ഉം കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. യെസ് ഓർ നോ? ഫൈൻ. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ IUPAC-ന്റെ സൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ പേരെങ്ങനെ ഇടുക, കബോക്സിലിക് ആസിഡ്സിൻ്റെ പേരെങ്ങനെ ഇടുക, ആൽക്കഹോൾസിൻ്റെ പേരെങ്ങനെ ഇടുക, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ എങ്ങനെ പേരിടും, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ലെറ്റ്സ് കണ്ടിന്യൂ ഫ്രം ദെയർ. നെയിമിംഗ് ഓഫ് തയോൾ ഓർ ബേസിക്കലി തയോ ആൽക്കഹോൾ. ഈ തയോ ആൽക്കഹോൾ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? തയോ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിൻ്റെ ഒരു കസിനായിട്ട് വരും. ആൽക്കഹോൾ എന്താ? OH. തയോൾ എന്താ? SH. ഓക്സിജന് പകരം ഓക്സിജന്റെ വലിയ ഏട്ടൻ സൾഫർ. ഓക്കെ, അവർ സെയിം ഗ്രൂപ്പ് അല്ലേ? സോ OH പകരം SH, അതാണ് തയോൾ. മനസ്സിൽ വെക്കുക. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി IUPAC-Nomenclature ഓഫ് തയോൾ. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? തയോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ SH. പ്രിഫിക്സ്, ഇഫ് ഇറ്റ് കംസ് ആസ് എ പ്രിഫിക്സ്, മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, ഒരു പ്രിഫിക്സ് ആയിട്ട് വരികയാണെങ്കിൽ, അതായത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെ ഒരെണ്ണം ഉണ്ട്, തയോൾ ഒരു പ്രിഫിക്സ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പേര് മെർസാപ്റ്റോ. ഓക്കെ, മെർസാപ്റ്റോ. സെക്കൻഡറി സഫിക്സ് ആയിട്ട് വരികയാണെങ്കിൽ തയോൾ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. ഫോർ എക്സാമ്പിൾ, ആൽക്കഹോളിന്റെ സെക്കൻഡറി സഫിക്സ് പേര് എന്താണ്? OL. ഇവന്റെ സെക്കൻഡറി സഫിക്സ് പേര് തയോൾ, THIOL. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ സെക്കൻഡറി സഫിക്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി സഫിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അൺസാച്ചുറേഷനെയാണ്, അതായത് EN, YN ഒക്കെ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, സെക്കൻഡറി സഫിക്സ് ആണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി സഫിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് EN, YN, അതായത് ഡബിൾ ബോണ്ടിനെ സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനെ സിംബലൈസ് ചെയ്യുന്നത്. സെക്കൻഡറി സഫിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെയിമിംഗ്. എല്ലാവരും നോക്കുക. CH3SH, the simplest of thiol. ഇതിന്റെ നെയിമിംഗ് എന്താ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്.
IUPAC നെയിം വരുന്നത് മീഥെയിൻ, അതായത് ആൽക്കെയിൻ തയോൾ. ആൽക്കെയിൻ തയോൾ അങ്ങനെ കരുതിയാൽ മതി. സോ ഇവിടെ വരുന്നത് മീഥെയിൻ തയോൾ, CH3SH ആണ്. CH3SH ആണ്, മീഥെയിൻ തയോൾ. മീഥൈൽ അല്ല, മീഥൈൽ അല്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റ് ഒന്നും അല്ല. റൂട്ട് വേർഡ് മെത്താണ്, METH ആണ്. യെസ് ഓർ നോ? സോ മീഥെയിൻ തയോൾ. ഓക്കെ, കോമൺ നെയിം വരുന്നത് എന്താണ്? മീഥൈൽ മെർസാപ്റ്റൻ. മീഥൈൽ മെർസാപ്റ്റൻ. പ്ലീസ് ഈ കോമൺ നെയിം എല്ലാത്തിൻ്റെയും പഠിക്കണം എന്നില്ല. ഞാൻ തരുന്നതൊക്കെ മനസ്സിൽ വെക്കുക, ഞാൻ തരുന്നതൊക്കെ മനസ്സിൽ വെക്കുക. ഞാൻ കുറേ കോമൺ നെയിംസ് തന്നിട്ടുണ്ട്, ആ തന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും കോമൺ നെയിം ഞാൻ തരുന്നില്ല, ബിക്കോസ് അത് നിങ്ങളുടെ സിലബസിലില്ല. പക്ഷെ തരുന്നതൊക്കെ മനസ്സിൽ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ CH3CH2SH. നോർമലി നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും. ഇത് മീഥെയിൻ തയോൾ ആണെങ്കിൽ ഇവന്റെ പേര് വരുന്നത് എന്തായിരിക്കും? CH3CH2SH വരുന്നത് ഈഥെയിൻ തയോൾ. ഈഥെയിൻ തയോൾ. കോമൺ നെയിം വരുന്നത് എന്താണ്? ഈഥൈൽ മെർസാപ്റ്റൻ. കോമൺ നെയിം വരുന്നത് എന്താണ്? ഈഥൈൽ മെർസാപ്റ്റൻ. Is that clear, my dear champions? Guys, തയോളിന്റെ നെയിമിംഗ് അധികം അങ്ങനെ നീറ്റിൽ ചോദിക്കാറില്ല. പക്ഷെ എങ്ങാനും ചോദിച്ചാൽ തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത്രയ്ക്ക് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് വരില്ല. തയോൾ അധികം യൂസ് ചെയ്യാറില്ല നീറ്റ് എക്സാമിനേഷൻസിന്. പക്ഷെ എന്നാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറേ ബുക്സിൽ നിങ്ങൾ ചിലപ്പോൾ തയോളിന്റെ നെയിമിംഗ് തന്നെ കാണില്ല. ഓക്കെ, ബട്ട് ലെറ്റ്സ് നോട്ട് ടേക്ക് എ റിസ്ക്. അതിനുവേണ്ടി മാത്രമാണ് I'm introducing thiol to you guys. Okay, fine. Next is naming of aldehyde. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന് വെച്ചാൽ ഇവന്മാരെ വെച്ചിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് 12th സ്റ്റാൻഡേർഡിൽ. സോ നെയിമിംഗ് IUPAC-Nomenclature of aldehydes and ketones are extremely important. Okay, so ആൽഡിഹൈഡ്സിന്റെ നെയിമിംഗ് എന്താണ് എന്ന് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ് വരുന്നത്? CHO. CHO എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി RC≡OH. Okay, understand this is a terminal functional group. Terminal functional group എന്ന് വെച്ചാൽ ആൽഡിഹൈഡ് കൊണ്ട് എൻഡ് ചെയ്യും. ഓക്കെ, ആ ചെയിൻ ആൽഡിഹൈഡ് കൊണ്ട് എൻഡ് ചെയ്യും. അതായത് ബേസിക്കലി ഇവിടെ 1, 2, 3 valencies are already satisfied. പിന്നെ വരുന്നതാണ് ബാക്കിയുള്ള ചെയിൻ. ഓക്കെ, സോ ഇറ്റ്സ് എ ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് RCHO. ഓക്കെ, പ്രിഫിക്സ് വരുന്നത് എന്താണ്? ഓക്സോ എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമൈൽ എന്ന് യൂസ് ചെയ്യാം. ഓക്സോ എന്നും യൂസ് ചെയ്യാം, ഫോർമൈൽ എന്നും യൂസ് ചെയ്യാം. സെക്കൻഡറി സഫിക്സ് എന്താണ് വരുന്നത്? AL. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് സഫിക്സസ്. AL, എത്തനാൽ, മെത്തനാൽ, എക്സെട്ര. നമുക്ക് നെയിമിംഗ് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കാം. RCHO അല്ലെങ്കിൽ ജനറൽ സ്ട്രക്ചർ എന്താണ്? IUPAC നെയിമിംഗിന്റെ ജനറൽ സ്ട്രക്ചർ. R എന്താണെന്ന് അറിയാലോ മൈ ഡിയർ സ്റ്റുഡൻസ്? R എന്ന് ഉദ്ദേശിക്കുന്നത് എനി ആൽക്കൈൽ ഗ്രൂപ്പ്. അത് വേണമെങ്കിൽ CH3 ആവാം, CH3CH2 ആവാം, CH3CH2 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ബേസിക്കലി ഇതിന്റെ ജനറൽ സ്ട്രക്ചർ എന്താണ് വരുന്നത്? ജനറൽ സ്ട്രക്ചർ ഓഫ് ആൽഡിഹൈഡ് നെയിമിംഗ് ആൽക്കനാൽ എന്നാണ് വരുന്നത്. ആൽക്കനാൽ. ഫോർ എക്സാമ്പിൾ മെത്തനാൽ, എത്തനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, പെന്റനാൽ, ഹെക്സനാൽ. യെസ് ഓർ നോ? ഫൈൻ. നമുക്ക് സിംപ്ലസ്റ്റ് ആൽഡിഹൈഡ് ഏതാണ്? HCHO. HCHO. സോ ബേസിക്കലി ഈ ആറിന് പകരം വരുന്നത് ഹൈഡ്രജൻ ആണ്. ഇവിടെ ഈ ആറിന് പകരം വരുന്നത് ഹൈഡ്രജൻ ആണ്. ഇവന്റെ പേരെന്താണ്? ഒരേ ഒരു കാർബണേ ഉള്ളൂ. സോ ഒബ്വിയസ്ലി ദ നെയിം വുഡ് ബി മെത്തനാൽ. മെത്തനാൽ. ഇവന്റെ കോമൺ നെയിം വരുന്നത് ഫോർമാൽഡിഹൈഡ് എന്നാണ്. ഓക്കെ, ഫോർമാൽഡിഹൈഡ് എന്നാണ് ഇവന്റെ കോമൺ നെയിം വരുന്നത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഫൈൻ. വളരെ യൂസ്ഫുൾ ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇതിൻ്റെയൊക്കെ യൂസസ് നിങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കും. കാരണം ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്നൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇവന്റെ പേരെന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ബേസിക്കലി ഇതൊരു കാർബൺ സ്കെലിട്ടൺ ആണ്. ഓക്കെ, കാർബണിന്റെ വാലൻസീസ് ഫിൽഡ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കാർബണിന്റെ വാലൻസീസ് ഫിൽഡ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ ബീങ് ഫിൽഡ് ബൈ ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്,
ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ വരും. ഇവിടെ ഒരു ബോണ്ട് ബാക്കിയുണ്ട്, സോ ഹൈഡ്രജൻ അവിടെ വരും. ഇവിടെ 2 ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. ഓക്കെ, ഞാനത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്നില്ല. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫിൽഡ്, അണ്ടർസ്റ്റാൻഡ് ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഇവന്റെ പേര് എന്തായിരിക്കും? എവിടെ നിന്നാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക? ആൽഡിഹൈഡിൽ നിന്ന് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അതായത് ഇവിടെ നിന്ന് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യണം. Yes or no, my dear students? Fine. So 1, 2, 3, 4, 5. Yes or no? Third പൊസിഷനിൽ മീത്തൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. അപ്പോൾ ഇവന്റെ പേര് എന്തായിരിക്കും, മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവരും സ്വയം ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം സ്വയം വേണമെങ്കിൽ പോസ് അടിച്ചിട്ട് സ്വയം ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഞാൻ തരുന്ന സൊല്യൂഷൻ നോക്കുക. Okay, my dear students, and obviously look at the approach also. ചിലപ്പോൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സും എൻ്റെ തോട്ട് പ്രോസസ്സും വേറെ ആയിരിക്കും. സോ ലുക്ക് അറ്റ് ദി അപ്രോച്ചസ്, കമ്പയർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവൻ്റെ പേരെന്തായിരിക്കും, മൈ ഡിയർ സ്റ്റുഡൻസ്? 3-methyl pentanal. തേർഡ് പൊസിഷനിൽ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. സോ 3-methyl pentanal. 5 കാർബൺസ് ഉണ്ട്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈ കാർബൺ ഇൻക്ലൂഡിങ് ദി ആൽഡിഹൈഡ് ഷുഡ് ബി കൗണ്ടഡ്. കാർബൺ, അതായത് ചിലവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവനെ കൗണ്ട് ചെയ്യില്ല. അവർ ഒരിക്കലും സാർ ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, ഇവനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയല്ല. ദിസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. ഇത് മെയിൻ ചെയിനിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത കുറച്ച് അവസ്ഥകളുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ബട്ട് ഓവർ ഹിയർ ദിസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. 1, 2, 3, 4, 5. 3-methyl pentanal. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവന്റെ പേരെന്തായിരിക്കും? എവിടെ നിന്നാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക? അത് കിട്ടിയാൽ തന്നെ പകുതി ടാസ്ക് കഴിഞ്ഞു. എവിടെ നിന്നാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക, മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവരും നോക്കുക. 1, 2, ഇങ്ങോട്ട് പോയാൽ 3, 4 വരും. ഇങ്ങോട്ട് പോയാൽ 3, 4, 5 വരും. Obviously 3, 4, 5. Choose a longest chain which includes the functional group. Yes or no? സെക്കൻഡ് പൊസിഷനിൽ ഏതാണ് വരുന്നത്? സെക്കൻഡ് പൊസിഷനിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് എന്താണ്? CH2, CH3. അറിയാലോ, ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. CH2, CH3. സോ ബേസിക്കലി 2-ethyl pentanal. 2-ethyl pentanal. Yes or no? Yes or no, my dear students? Easy peasy questions ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഇവ നോക്കൂ, സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. 2 ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. നമ്പറിംഗ് എങ്ങനെയാണ് ചെയ്യുക? ആദ്യം തന്നെ ആൽഡിഹൈഡ്സിനെ നമ്പറിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. 2 എണ്ണത്തിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. CHO അല്ലേ? സോ ബേസിക്കലി നമ്മൾ നോക്കുക, ഇവിടെ വരുന്നത് ഇവനായിരിക്കും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റ്. CH3 ആയിരിക്കും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റ്. നമ്പറിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? 1, 2, 3, 4, 5, 6. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്തത്? 1, 2, 3, 4, 5, 6 എന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? കാര്യം ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂവന്റ് 4th പൊസിഷനിലാണ് വരുന്നത്. Yes or no? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂവന്റ് 3rd പൊസിഷനിലാണ് വരുന്നത്. Which is better? 3 is obviously better than 4. Yes or no? 3 is obviously better than 4. അപ്പോൾ ഇവന്റെ പേരെന്തായിരിക്കും? 2 ആൽഡിഹൈഡ് ഉണ്ട്. 2 ആൽഡിഹൈഡ് വരുമ്പോൾ ആൻഡ് ഇഫ് ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ, അതായത് ആ കാർബൺ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. കാർബൺ ഓഫ് ദി ആൽഡിഹൈഡ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. AL ആണ് സഫിക്സ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ വരുന്ന പേരെന്തായിരിക്കും? 2 AL വരും. 2 ആൽഡിഹൈഡ് ഉണ്ട്. സോ ഡൈ ആൽ എന്നായിരിക്കും എൻഡ് ചെയ്യാൻ പോകുന്നത്. 3-methyl hexane dial. ഹെക്സൻ ഡയാൽ അല്ല, ഹെക്സെയിൻ ഡയാൽ. കാര്യം എന്താണ്? 2 നോൺ വോവൽസ് വരാൻ പാടില്ല. സോ ഹെക്സെയിൻ ഡൈആൽ. എന്തുകൊണ്ടാണ് ഡൈആൽ? ബിക്കോസ് 2 ആൽഡിഹൈഡ് വരുന്നുണ്ട്. യെസ് ഓർ നോ, മൈ ഡിയർ ചാമ്പ്യൻസ്? മനസ്സിലായോ? ഫൈൻ. 3-methyl hexane dial. Okay, my dear students, let's move on to the next one. ഇനി സ്പെഷ്യൽ നെയിം ഓഫ് ആൽഡിഹൈഡ്. ഞാൻ ഈ സ്പെഷ്യൽ നെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ കാർബോക്സിലിക് ആസിഡിന്റെ കാര്യത്തിൽ കണ്ടു. എന്താണ് ഈ സ്പെഷ്യൽ നെയിം? When the carbon of the functional group is not included in the main chain. When the carbon of the functional group is not included in the main chain. അപ്പോഴാണ് ഈ സ്പെഷ്യൽ നെയിം യൂസ് ചെയ്യുക. സ്പെഷ്യൽ നെയിം ഓഫ് ആൽഡിഹൈഡ് എന്താണ് വരുന്നത്?
Carboxylic acid special name എന്താണ്? Carboxylic acid എന്ന് തന്നെയാണ്. Yes or no? Carboxylic acid carbon main chain included ആണെങ്കിൽ oic acid എന്ന് end ചെയ്യും. എന്നാൽ നേരെ മറിച്ച് മെയിൻ ചെയിനിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എന്ന് തന്നെ എൻഡ് ചെയ്യും. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നമുക്ക് ആൽഡിഹൈഡിന്റെ കാര്യം നോക്കാം. ആൽഡിഹൈഡിന്റെ സ്പെഷ്യൽ നെയിം വരുന്നത് ആൽക്കെയിൻ കാർബാൽഡിഹൈഡ് എന്നാണ്. ആൽഡിഹൈഡിന്റെ സ്പെഷ്യൽ നെയിം വരുന്നത് ആൽക്കെയിൻ കാർബാൽഡിഹൈഡ് എന്നാണ്. നമുക്ക് എക്സാമ്പിൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാവരും നോക്കുക. സപ്പോസ് വി ഹാവ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. ഒരു സൈക്ലോഹെക്സൈൻ ചെയിനിൽ 2 CHO അറ്റാച്ച്ഡ് ആണ്. 2 CHO അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഇങ്ങനെ നമ്പർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ 1 കൊടുത്തോ, 2 കൊടുത്തോ, 3 കൊടുത്തോ, 4 കൊടുത്തോ, 5 കൊടുത്തോ, 6 കൊടുത്തോ, 7 അങ്ങനെ നമ്പർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ മെയിൻ ചെയിൻ വരുന്നത് എന്താണ്? ഇവിടെ മെയിൻ ചെയിൻ വരുന്നത് ഇവനാണ് മെയിൻ ചെയിൻ വരുന്നത്. 1 2 3 4 5 6. Yes or no? CHO functional groups തന്നെയാണ്. പക്ഷേ ഈ കാർബൺസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. ദോസ് 2 കാർബൺസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. അപ്പൊ സ്പെഷ്യൽ നെയിം ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തായിരിക്കും സ്പെഷ്യൽ നെയിം ഐഡിയ ചാമ്പ്യൻസ്? എന്തായിരിക്കും സ്പെഷ്യൽ നെയിം ഐഡിയ സ്റ്റുഡൻസ്? സൈക്ലോഹെക്സൈൻ എന്നുള്ളത്, ആൽക്കെയിൻ എന്നുള്ളത് മൊത്തം കൊടുക്കുക. ആൽക്കെയിൻ ആണ് വരുന്നത്, ആൽക്കെയിൻ. സോ സൈക്ലോഹെക്സൈൻ എന്ന് മൊത്തം കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ പൊസിഷനിലാണ് ആൽഡിഹൈഡ് വരുന്നത്? ഫസ്റ്റ് പൊസിഷനിലും 3rd പൊസിഷനിലും. സോ സൈക്ലോഹെക്സൈൻ 1,3 ഡൈ കാർബാൽഡിഹൈഡ്. കാർബാൽഡിഹൈഡ് ആണ് സ്പെഷ്യൽ നെയിം. പക്ഷെ 2 കാർബാൽഡിഹൈഡ് ഉണ്ട്, 2 ആൽഡിഹൈഡ് ഉണ്ട്. സോ ഡൈ കാർബാൽഡിഹൈഡ്. സൈക്ലോഹെക്സൈൻ 1,3 ഡൈ കാർബാൽഡിഹൈഡ്. മനസ്സിലായോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ? ഫൈൻ. അവിടെ അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് ഈ കാർബാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ AL ആൻഡ് കാർബാൽഡിഹൈഡ്. AL യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? The carbon of the aldehyde is included in the main chain. Over here the carbon of the aldehyde is not included in the main chain. അവിടെ നമ്പറിംഗ് വരുന്നില്ല ഇവർ. ഓക്കെ, I'll show you another example. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എല്ലാവരും നോക്കുക. CH2 CHO CH CHO CH2 CHO. ഇതിന്റെ തന്നെ കാർബോക്സിലിക് ആസിഡിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു. അതേ ഇത് തന്നെ ആൽഡിഹൈഡിന്റെ പേര് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? വി ഹാവ് 3 ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ്. ഒബ്വിയസ്ലി നിങ്ങൾ നോക്കൂ, നമുക്ക് ഇങ്ങനെ നമ്പറിംഗ് ചെയ്യാൻ പറ്റില്ല. 1 2 3 4 5 എന്ന് നമ്പറിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അവന് വിഷമവും, ഈ CHOന് വിഷമവും. കാര്യം ഇവനെയും നമ്മൾ നമ്പറിംഗിൽ കൂട്ടി, ഇവനെ എന്തുകൊണ്ട് നമ്പറിംഗ് ചേർത്തില്ല? ഇവനെ നിങ്ങൾക്ക് പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം 3 എണ്ണത്തിന്റെയും പ്രയോറിറ്റി സെയിം ആണ്. 3 എണ്ണവും ആൽഡിഹൈഡ് ആണ്. ദിസ് നമ്പറിംഗ് ഇസ് റോങ്. സോ ബേസിക്കലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആകെ നമ്പറിംഗ് കൊടുക്കേണ്ടത് ഇവന്മാർക്ക് മാത്രമാണ് നമ്പറിംഗ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവന്മാരെ 3 പേരെയും സ്പെഷ്യൽ കാറ്റഗറിയിൽ എടുത്തിടുക. അതായത് സ്പെഷ്യൽ നെയിം വെച്ചിട്ട് നെയിം ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും പേര് മൈ ഡിയർ സ്റ്റുഡൻസ്? ആൽക്കൈൽ ചെയിൻ ഏതാണ് വരുന്നത്? ആൽക്കൈൽ ചെയിൻ ഏതാണ് വരുന്നത് ഇവിടെ? പ്രൊപ്പെയിൻ അല്ലെ? 1 2 3 പ്രൊപ്പെയിൻ ആണ് വരുന്നത്. യെസ് ഓർ നോ? പ്രൊപ്പെയിൻ 1, 2, 3 ട്രൈ കാർബാൽഡിഹൈഡ്. 3 ആൽഡിഹൈഡ് ഉണ്ട്. 1, 2, 3 ട്രൈ കാർബാൽഡിഹൈഡ്. എന്തുകൊണ്ടാണ് കാർബാൽഡിഹൈഡ് യൂസ് ചെയ്തത്? കാര്യം ഇവിടെ ഈ കാർബണോ മെയിൻ ചെയിനിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. They are not added in the main chain. Okay? Yes or no, my dear students? Fine. Got it? Next. ഇവന്റെ പേര് നോക്കാം. നിങ്ങൾക്കറിയാലോ ഇതൊരു കാർബൺ സ്കെലിട്ടൺ ആണ്. ഓക്കെ, ഈ കാർബണും ഫില്ലറ്റ് അപ്പ് വിത്ത് ഹൈഡ്രജൻ. ഓക്കെ, CH2 വരും ഇവിടെ, CH2 വരും. നമ്മളിനി നോക്കാനുള്ളത് 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് കാർബോക്സിലിക് ആസിഡ് COH വരുന്നുണ്ട്, മറ്റേത് CHO വരുന്നുണ്ട്. കാർബോക്സിലിക് ആസിഡും CHO വരുന്നുണ്ട്. ഒബ്വിയസ്ലി ഏതാണ് തലതൊട്ടപ്പൻ, ഏതാണ് വലിയവൻ? COH ആണ് വലുത്. യെസ് ഓ നോ? കാർബോക്സിലിക് ആസിഡ് ഇസ് ബിഗർ. ഇവൻ വരുന്നത് പ്രിഫിക്സ് ആയിരിക്കും. യെസ് ഓ നോ? ആൽഡിഹൈഡ് പ്രിഫിക്സ് ആവുമ്പോൾ എന്താണ് അതിന്റെ പേര് കൊടുക്കുക? ഓക്സോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫോർമൈൽ എന്ന് വിളിക്കാം. നമ്പറിംഗ് എങ്ങനെയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? 1 2 3 4 5 6.
യെസ് ഓ നോ? അപ്പൊ പേരെന്താണ് വരിക മൈ ഡിയർ ചാമ്പ്യൻസ്? എല്ലാവരും നോക്കുക, പേരെന്താണ് വരിക? 6-oxo അല്ലെങ്കിൽ 6-formyl എന്നും കൊടുക്കാം. 6-oxo അല്ലെങ്കിൽ 6-formyl. എത്ര കാർബൺസ് ഉണ്ട്? 6 കാർബൺസ് ഉണ്ട്. യെസ് ഓ നോ? ഹെക്സനോയിക് ആസിഡ്. ഹെക്സനോയിക് ആസിഡ്. അപ്പൊ കുറച്ച് പേര് വരും, സാറേ ഇല്ല സാറേ ഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ് എന്ന് പേരിട്ടൂടെ? ഇല്ല. കാർബോക്സിലിക് ആസിഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക? കാർബോക്സിലിക് ആസിഡ് എന്നുള്ള സഫിക്സ് എപ്പോഴാണ് യൂസ് ചെയ്യുക? The carbon of the carboxylic acid is not included in the main chain. The carbon of the carboxylic acid is not included in the main chain. അങ്ങനെ അല്ലല്ലോ ഇവിടെ വരുന്നത്. The carbon of the carboxylic acid is included in the main chain. The carbon of the carboxylic acid is included in the main chain. So basically it is hexanoic. Oic acid വെച്ചിട്ടാണ് end ചെയ്യുക. So 6-oxo hexanoic acid. Formyl എന്നും യൂസ് ചെയ്യാം my dear students. Next one നോക്കാം. രണ്ട് കബോക്സിലിക് ആസിഡ് ഉണ്ട്, ഒരു CHO ഉണ്ട്. നേരെ തന്നെ CHOനെ പ്രിഫിക്സ് ആയിട്ട് തട്ടുക. CHO എന്തായാലും മെയിൻ ചെയിൻ ആസ് ഇൻ സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം തലവട്ടപ്പന്മാർ 2 എണ്ണം ഉണ്ട്. COH 2 കബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ബേസിക്കലി ഇവിടെ എങ്ങനെയായിരിക്കും നമ്പറിംഗ് വരുന്നത്? ഇങ്ങനെ നമ്പർ ചെയ്താലും ഇങ്ങനെ നമ്പർ ചെയ്താലും CHO വരുന്നത് 3rd പൊസിഷനിലായിരിക്കും. 1 2 3 4 5 1 2 3 4 5 3rd പൊസിഷനിലാണ് CHO വരുന്നത്. അപ്പോൾ അതിന്റെ പേരെന്തായിരിക്കും? 3-formyl അല്ലെങ്കിൽ 3-oxo. 3-formyl അല്ലെങ്കിൽ 3-oxo. എത്ര കബോക്സിലിക് ആസിഡ് ഉണ്ട്? 2 കബോക്സിലിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഡൈഓയിക് ആസിഡ് വെച്ചായിരിക്കും എൻഡ് ചെയ്യുന്നത്. സോ 3-formyl അല്ലെങ്കിൽ 3-oxo പെന്റെയിൻ ഡൈഓയിക് ആസിഡ്. പെന്റെയിൻ ഡൈഓയിക് ആസിഡ്. പെൻടെൻ അല്ല, പെൻറ്റെയിൻ ഡയോയിക് ആസിഡ്. നോക്കുക, കാര്യം എന്നും ഡിയും ഒരുമിച്ച് വരാൻ പാടില്ല, 2 നോൺ മൊബൈൽസ്. അപ്പൊ 3-formyl പെൻറ്റെയിൻ ഡയോയിക് ആസിഡ്. ഇസ് എ ക്ലിയർ മൈ ഡിയർ ചാമ്പ്യൻസ്? എല്ലാവർക്കും മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ നോക്കാം. ഇവൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് അല്ല, കുറച്ച് ഡിഫറെന്റ് ആണ്, എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും നോക്കുക. ഇവിടെ ഒബ്വിയസ്ലി കബോക്സിലിക് ആസിഡിനെ മെയിൻ ചെയിനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. യെസ് ആണോ? അപ്പൊ ബേസിക്കലി അങ്ങനെ മെയിൻ ചെയിൻ വരുന്നത് ഇവനായിരിക്കും മെയിൻ ചെയിൻ വരുന്നത്. സൈക്ലോഹെക്സൻ 1 2 3 4 5 6. യെസ് ആണോ? യെസ് ആണോ? ഫസ്റ്റ് പൊസിഷനിൽ കബോക്സിലിക് ആസിഡും 3rd പൊസിഷനിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. ഇവൻ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിരിക്കും. ഈ എൻറ്റയർ സംഭവം സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിരിക്കും. CH2 CHO എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിരിക്കും. യെസ് ആണോ? 3rd പൊസിഷനിലാണ് അവൻ വരുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പേരെന്താണ്? അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടി. ഈ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പേരെന്താണ്? കുറച്ച് പേര് പറയും, സാർ ഈ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പേര് പ്രൊപ്പനാൽ എന്നാണെന്ന് തോന്നുന്നു. പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ CH3 CH2 CHO ആണ്. ഇവനൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇവൻ എൻഡ് ചെയ്യാൻ പോകുന്നത് YL എന്ന് പറഞ്ഞ 2 അക്ഷരങ്ങളിലായിരിക്കും. YL ആൽക്കൈലായിരിക്കും ഇവൻ എൻഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂവന്റ്. നമുക്കറിയാം ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് YL അല്ലെ മീഥൈൽ, ഈഥൈൽ. ഇപ്പൊ ഇവന്റെ പേരെന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവന്റെ പേരെന്തായിരിക്കും? എല്ലാവരും നോക്കുക. ഇവന്റെ പേര് വരാൻ പോകുന്നത് ഓക്സോപ്രൊപ്പൈൽ. ഓക്സോപ്രൊപ്പൈൽ എന്നായിരിക്കും. എല്ലാവരും നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്. The third പൊസിഷനിൽ CH2 CH2 CHO. അപ്പൊ 3-oxopropyl. എന്തുകൊണ്ടാണ്? കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ CHOനെ നിങ്ങളൊരു സഫിക്സ് ആയിട്ടല്ല കൊടുക്കേണ്ടത്. ഈ CHO is a prefix for the substituent also. Understand that. ഇവനൊരു prefix for the substituent also. Yes or no? ഇവനൊരു prefix for the substituent. So oxopropane എന്നും കൊടുക്കാൻ പാടില്ല, because it is a substituent. Oxopropyl എന്ന് പറയുന്നത് ഒരു prefix ആയിരിക്കും. It is a substituent. Oxopropyl. Propane എന്ന് കൊടുത്താൽ അവിടെ തീർന്നു. അപ്പൊ oxopropyl, 3-oxopropyl. പിന്നെയുള്ള എന്താണ്? ആൽക്കെയിൻ കാർബോക്സിലിക് ആസിഡ്. കാര്യം എന്താണ്? ഓയിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവ മെയിൻ ചെയിനിൽ വരുന്നില്ല. സോ cyclohexane 1 carboxylic acid. Is that clear my dear students? ഇവന്റെ കാര്യം മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. യെസ് ഓൺ? എന്തുകൊണ്ടാണ് ഞാൻ പ്രൊപ്പനാൽ എന്ന് കൊടുക്കാത്തത്? കാര്യം ഇറ്റ് ഇസ് നോട്ട് പ്രൊപ്പനാൽ, ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂവന്റ് ഓവർ ദർ. എന്തുകൊണ്ടാണ് ഞാൻ ഓക്സോ പ്രൊപ്പൈൻ എന്ന് കൊടുക്കാത്തത്? കാര്യം എന്താണെന്ന് വെച്ചാൽ ദാറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂവന്റ്, ഇറ്റ് ഇസ് നോട്ട് എൻഡിങ്.
അത് കഴിഞ്ഞിട്ട് റൂട്ട് വേർഡ് ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ, മെയിൻ സഫിക്സ് ഒക്കെ. അപ്പൊ ഓക്സോ പ്രൊപ്പൈൽ YL വെച്ച് എൻഡ് ചെയ്യണം. യെസ് ഓ നോ? Cool. നെക്സ്റ്റ് ആൽഡിഹൈഡിന്റെ കസിൻ ആണ്, ഓക്കെ, വളരെ അടുത്ത അഭിദോസ്താണ് കീറ്റോൺ. കീറ്റോൺ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് എന്ന് കാണാം. കീറ്റോൺസ് വെരി സിമിലർ. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആൽഡിഹൈഡ് വരുന്നത് എന്താണ്? RCHO ആണ്. കീറ്റോൺ വരുന്നത് RC++O R'. RC+, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ CH3 C++O, ഇപ്പുറത്ത് ഏതർ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്, എന്ത് വേണമെങ്കിലും ആവാം. സോ ബേസിക്കലി ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് ഇപ്പുറത്തും ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇപ്പുറത്തും ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ദാറ്റ് ഈസ് കീറ്റോൺ. പ്രിഫിക്സ് വരുന്നത് എന്താണ്? ഓക്സോ എന്ന് വിളിക്കാം, കീറ്റോ എന്നും വിളിക്കാം. ഓക്സോ എന്നും വിളിക്കാം, കീറ്റോ എന്നും വിളിക്കാം. സെക്കൻഡറി സഫിക്സ് വരുന്നത് എന്താണ്? അതായത് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട്. കീറ്റോൺ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അത് സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ആ സഫിക്സിനെ വിളിക്കുന്നത് ONE എന്നാണ്, ഓൺ. ഓക്കെ, എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. എല്ലാവർക്കും നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഫസ്റ്റ് എക്സാമ്പിൾ. RC++OR. RC++OR ഇതാണ് ഒരു ജനറൽ ഫോം. ഇവിടെ ആറും സെയിം ആവണമെന്നില്ല കേട്ടോ, ആറും സെയിം ആവണമെന്നില്ല. ഇതിന്റെ ജനറൽ നെയിമിംഗ് എന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ജനറൽ നെയിമിംഗ് വരാൻ പോകുന്നത് ആൽക്കനോൺ എന്നാണ്. ജനറൽ നെയിമിംഗ് വരാൻ പോകുന്നത് ആൽക്കനോൺ എന്നാണ്. ഫോർ എക്സാമ്പിൾ പ്രൊപ്പനോൺ. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവനെ പിടിക്കാം. എല്ലാവരും നോക്കുക എങ്ങനെയാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒബ്വിയസ്ലി ഇവനെ ഏറ്റവും ലോവസ്റ്റ് നമ്പറിംഗ് കൊടുക്കണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്താൽ 1 2 3rd പൊസിഷനിൽ വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4. ഏതാണ് റൂട്ട് വേർഡ് വരുന്നത്? ബ്യൂട്ടാണ് റൂട്ട് വേർഡ് വരുന്നത്. അൺസാച്ചുറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ബ്യൂട്ടൻ കൊടുക്കാം. ബ്യൂട്ടേൻ കൊടുക്കാൻ പാടില്ല, ബ്യൂട്ടൻ, BUTAN. ഓക്കെ, ഈ വെച്ചിട്ട് എൻഡ് ചെയ്യരുത്. കാര്യം എന്താ? ഇനി സഫിക്സ് വരാൻ കിടക്കുന്നുള്ളൂ. ബ്യൂട്ട് is a root word, AN is for saturation, ONE is for the ketone. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് പേര് സാറേ ഇതിനെ ബ്യൂട്ടൻ 2 ഓൺ എന്ന് വിളിക്കണോ? ബ്യൂട്ടൻ 2 ഓൺ എന്ന് വിളിക്കേണ്ട മൈ ഡിയർ സ്റ്റുഡൻസ്. ആകെ 2 പൊസിഷൻസേ പോസിബിൾ ഉള്ളൂ. ഇനി ഡബിൾ ബോണ്ട് O ഇവിടെ വരികയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും, സോ ബേസിക്കലി നമ്മൾ ഇങ്ങനെ എഴുതാലോ, CH3 C++O CH2 CH3 ഇങ്ങനെയും എഴുതാലോ. അപ്പോഴും അതിന്റെ പേര് വരാൻ പോകുന്നത് ബ്യൂട്ടനോൺ തന്നെയാണ്, ബ്യൂട്ടൻ 2 ഓൺ തന്നെയാണ്. രണ്ട് പൊസിഷൻസേ ഉള്ളൂ, രണ്ടും സെയിം തന്നെയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ബേസിക്കലി അതുകൊണ്ട് തന്നെ ഇവനെ നിങ്ങൾക്ക് ബ്യൂട്ടനോൺ എന്ന് വിളിക്കാം. പൊസിഷൻസ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. മെൻഷൻ ചെയ്തെന്ന് വെച്ച് തെറ്റൊന്നും അല്ല കേട്ടോ, ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇവന്റെ പേരെന്താണ്? 2 കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, 2 കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള സ്കെലിറ്റനെ നമുക്ക് ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, സ്കെലിറ്റനെ നമുക്ക് ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. എന്തായിരിക്കും ഇവന്റെ പേര് വരാൻ പോകുന്നത്? എന്തായാലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്താൻ പോകുന്നത് ഡൈ ഓൺ ആയിരിക്കും. ഡൈ ഓൺ ആയിരിക്കും അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓ നോ? എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് പേര് വരാൻ പോകുന്നത്? എത്ര കാർബൺസ് ഉണ്ട് നോക്കുക. 1. എത്ര കാർബൺസ് ഉണ്ട് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്? 1 2 3 4 5. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്പർ ചെയ്താൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്താൽ സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും ആണ് ഇവന്മാർ വരുന്നത്. സോ പെൻറ്റെയിൻ 2,4, പെൻറ്റെയിൻ 2,4 ഡൈ ഓൺ. അതല്ലേ പേര് ഇവിടെ വന്നിരിക്കണം, പെൻറ്റെയിൻ 2,4 ഡൈ ഓൺ. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട സാർ പെൻറ്റൻ എന്നിട്ടൂടെ? പാടില്ല മക്കളെ, പാടില്ല. കാര്യം എന്താണ്? Nഉം Dയും ഒരുമിച്ച് വരാൻ പാടില്ല, 2 നോൺ വവൽസ് ഒരുമിച്ച് വരാൻ പാടില്ല. യെസ് ഓ നോ? അതുകൊണ്ട് പെൻറ്റെയിൻ എന്ന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക, 2,4 ഡൈ ഓൺ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ, ഇവന്റെ പേരെന്തായിരിക്കും? സിമ്പിൾ, സൈക്ലോഹെക്സനോൺ. ഞാൻ അധികം പറയുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻറ്, സൈക്ലോഹെക്സനോൺ. അതിനപ്പുറം ഇവന് പേര് വരാൻ സാധ്യതയില്ല അല്ലേ? യെസ് ഓൺ? ഓബ്വിയസ്ലി സൈക്ലോഹെക്സനോൺ ഇസ് ദ നെയിം. വളരെ സിമ്പിൾ ആണ്, ആകെ ഒറ്റ ഒരു ചെയിനേ ഉള്ളൂ, അതിലൊരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. യെസ് ഓ നോ? നെക്സ്റ്റ് വൺ, ഇവിടെ തലവട്ടപ്പൻ ആരാണ്? തലതൊട്ടപ്പം വരുന്നത് കബോക്സിലിക് ആസിഡ് ആണ്. കബോക്സിലിക് ആസിഡ് ആണ് തലതൊട്ടപ്പം വരുന്നത്. യെസ് ഓ നോ? കബോക്സിലിക് ആസിഡ് തലതൊട്ടപ്പനായിട്ട് വരുന്നു. കീറ്റോൺ വരുന്നത് പ്രിഫിക്സ് ആയിട്ടായിരിക്കും. എവിടെ നിന്നാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 2 3
4. തേർഡ് പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് വരുന്നു. കീറ്റോ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ കീറ്റോ എന്നിടാം, അല്ലെങ്കിൽ ഓക്സോ എന്നിടാം. അപ്പൊ നമുക്ക് 3 കീറ്റോ എന്നും വിളിക്കാം, 3 ഓക്സോ എന്നും വിളിക്കാം. 3 കീറ്റോ അല്ലെങ്കിൽ 3 ഓക്സോ. സോ 3 ഓക്സോ ബ്യൂട്ടനോയിക് ആസിഡ്, 3 ഓക്സോ ബ്യൂട്ടനോയിക് ആസിഡ്, അല്ലെങ്കിൽ 3 കീറ്റോ ബ്യൂട്ടനോയിക് ആസിഡ്, 3 ഓക്സോ അല്ലെങ്കിൽ 3 കീറ്റോ ബ്യൂട്ടനോയിക് ആസിഡ്. യെസ്, എന്തുകൊണ്ടാണ് ഓയിക് ആസിഡ് യൂസ് ചെയ്തത്? ബിക്കോസ് ദ കാർബൺ ഓഫ് ദ കാർബോക്സിലിക് ആസിഡ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. മറക്കരുത്. Got it? Next, naming of cyanides. Cyanides എന്താണെന്ന് അറിയാലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. C++N. ഓക്കെ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെയിമിംഗ് ഓഫ് IUPAC-Nomenclature of Cyanides വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, ഇവനാണ് ബേസിക്കലി സയനൈഡ്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CH3C++N. ഓക്കെ, യെസ് ഓർ നോ? അണ്ടർസ്റ്റാൻഡ്. ഈ നൈട്രജൻ ഒരു ലോൺ പെയറും വരുന്നതാണ് ഇവിടെ. ഇവനാണ് സയനൈഡ്. പ്രിഫിക്സ് എന്താണ് വരുന്നത്? സയനോ. സെക്കൻഡറി സഫിക്സ് എന്താണ്? നൈട്രൈൽ. നൈട്രൈറ്റ് അല്ല, നൈട്രൈൽ. ഓക്കെ, യെസ് ഓർ നോ? ഫൈൻ. അപ്പൊ നമുക്ക് നെയിമിംഗിലേക്ക് കിടക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, IUPAC-Nomenclature നേരെ ബൈഹാർട്ട് ചെയ്യല്ല വേണ്ടത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. യെസ് ഓർ നോ? എക്സാമ്പിൾസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ റൂൾസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ഇത് സയൻസ് അല്ല, ദിസ് ഇസ് നോട്ട് സയൻസ്, ദിസ് ഇസ് ജസ്റ്റ് എ സെറ്റ് ഓഫ് റൂൾസ്. IUPAC-Nomenclature എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്, സയൻസ് അല്ല. യെസ് ഓർ നോ? ഫൈൻ. നെക്സ്റ്റ്, ഫസ്റ്റ് RCN എന്ന് വെച്ചാൽ അതിന്റെ ജനറൽ സ്ട്രക്ചർ ആണ്. R എന്ന് പറഞ്ഞത് പ്രിൻസിപ്പൾ, ആ ചെയിൻ വരുന്നത്. യെസ് ഓൺ ആൽക്കൈൽ. എന്തായിരിക്കും ഇതിന്റെ ജനറൽ നെയിം വരാൻ പോകുന്നത്? എല്ലാവരും നോക്കുക. ആൽക്കെയിൻ നൈട്രൈൽ എന്നായിരിക്കും ഇതിന്റെ ജനറൽ നെയിം വരാൻ പോകുന്നത്. ദാറ്റ് ആൽക്കെയിൻ പേര് വരുന്നത് ബേസ്ഡ് ഓൺ ദ റൂട്ട് വേർഡ്. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക. CH3CN പേര് വരാൻ പോകുന്ന എന്താണ്? ഈത്തൈൻ നൈട്രൈൽ. ഇവിടെ നിങ്ങൾ മിസ്റ്റേക്ക്, ദ കോമൺ മിസ്റ്റേക്ക് ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ മേക്ക്, നിങ്ങൾ വിചാരിക്കും സാറേ CN ഇൻക്ലൂഡ് ചെയ്യണ്ട, ഇവനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, സോ മീത്തൈൻ നൈട്രൈൽ ആണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കാർബൺ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഷുഡ് ബി ആഡഡ് ഇൻ ദ മെയിൻ ചെയിൻ ഇഫ് പോസിബിൾ. അപ്പൊ ഇവനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 ഈത്തൈൻ നൈട്രൈലാണ്. ഫോർ എക്സാമ്പിൾ CH3CHO നമ്മൾ വിളിക്കുന്നത് മെത്തനാൽ അല്ല, അത് എത്തനാലാണ്. CH3CHO അല്ലേ? CH3COOH അത് എത്തനോയിക് ആസിഡ് ആണ്, മെത്തനോയിക് ആസിഡ് അല്ല. കാർബൺ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് ആഡഡ്. അതേപോലെ തന്നെ ഇവിടെയും ആഡ് ചെയ്യണം, ഈത്തൈൻ നൈട്രൈൽ. യെസ് ഓർ നോ? നെക്സ്റ്റ് വൺ നോക്കാം. 2 CM വരുന്നുണ്ട്, CH2 വരുന്നുണ്ട്. ഇവിടെ 2 CM വരുന്നുണ്ട്, CH2 ഇതേപോലത്തെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കാർബോക്സിലിക് ആസിഡ്സിൽ കണ്ടു, ആൽഡിഹൈഡ്സിലും കണ്ടു. നമ്മൾ ചെയ്യേണ്ടത് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവന്മാരെയും ഇൻക്ലൂഡ് ചെയ്യണം, ഈ CNനെയും ഇൻക്ലൂഡ് ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യെസ് ഓർ നോ? നെയിമിംഗ് വരാൻ പോകുന്നത് എന്തായിരിക്കും? എത്രയുണ്ട്? റൂട്ട് വേർഡ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ബ്യൂട്ട് ആയിരിക്കും റൂട്ട് വേർഡ്. യെസ് ഓർ നോ? റൂട്ട് വേർഡ് വരുന്നത് ബ്യൂട്ടാണ്. അൺസാച്ചുറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ബ്യൂട്ടൻ ആണ്, BUTAN. പിന്നെന്താണ്? ഡൈനൈട്രൈൽ ആണ്. യെസ് ഓർ നോ? കാര്യം എന്താണ്? 2 CN വരുന്നുണ്ട്. ബ്യൂട്ട് AN ഡൈനൈട്രൈൽ, N-നും D-യും ഒരുമിച്ച് വരാൻ പാടില്ല, അപ്പൊ ബ്യൂട്ടെയിൻ എന്ന് കൊടുക്കണം. N-നും D-യും ഒരുമിച്ച് വരാൻ പാടില്ല, അപ്പൊ ബ്യൂട്ടെയിൻ എന്ന് കൊടുക്കണം. ബ്യൂട്ടെയിൻ ഡൈനൈട്രൈൽ. യെസ് ഓർ നോ? ഫൈൻ. നെക്സ്റ്റ് ഇവരെ നോക്കാം. ഇത് ആൽഡിഹൈഡിന്റെ നമ്മൾ ചെയ്തു സെയിം സംഭവം. നമ്മൾ ഇവിടെ നിന്ന് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5. സെക്കൻഡ് പൊസിഷനിൽ ഈത്തൈൽ ഗ്രൂപ്പ് വരുന്നു, CH2 CH3. സോ 2 ഈത്തൈൽ
pentane nitrile, 2-ethyl pentane nitrile, 2-ethyl pentane nitrile അല്ല pentane nitrile. Yes or no? കാര്യം എന്താണ്? രണ്ട് നോൺ വവൽസ് ഒരുമിച്ച് വരാൻ പാടില്ല. 2-ethyl pentane nitrile. സെക്കൻഡ് പൊസിഷനിൽ ethyl. Yes or no? 1, 2, 3, 4, 5 pentane nitrile. Yes or no, my dear champions? അടുത്ത നോക്കാം. ഇവന്റെ പേരെന്തായിരിക്കും? രണ്ട് തലോട്ടപ്പന്മാരുണ്ട്, കബോക്സിലിക് ആസിഡ്സ് രണ്ടെണ്ണം ഉണ്ട്. രണ്ട് തലോട്ടപ്പന്മാരുണ്ട്, കബോക്സിലിക് ആസിഡ്സ് രണ്ടെണ്ണം ഉണ്ട്. ഇവന്റെ പേരെന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1, 2, 3, 4. അപ്പൊ റൂട്ട് വേർഡ് വരുന്നത് ബ്യൂട്ടാണ്. CN പ്രിഫിക്സ് ആയിരിക്കും. CN പ്രിഫിക്സ് ആയിരിക്കും. പ്രിഫിക്സ് ആയിരിക്കുമ്പോൾ ഇതിന്റെ പേരെന്താണ്? സയനോ ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെ? സയനോ ആണ് യൂസ് ചെയ്യേണ്ടത്. Yes or no? ഏത് പൊസിഷനിലാണ് വരുന്നത്? സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. സോ 2-cyanobutane dioic acid. 2-cyanobutane dioic acid. Dicarboxylic acid അല്ല. കാര്യം എന്താണ്? The carbons of the carboxylic acids are included in the main chain. The carbons of the carboxylic acids are included in the main chain. So 2-cyanobutane dioic acid. Butane അല്ല, butane dioic acid. Yes, എന്തുകൊണ്ടാണ്? ഇവിടെ N-ഉം D-യും ഒരുമിച്ച് വരാൻ പാടില്ല. So butane dioic acid. Yes or no, my dear champions? Perfect. നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യൽ നെയിം. നമ്മൾ നേരത്തെ കീറ്റോണിൽ സ്പെഷ്യൽ നെയിം കണ്ടില്ല. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചാണ്. എന്തുകൊണ്ടാണ്? കാര്യം കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. യെസ് ഓ നോ? അതിൻ്റെ ആ കാർബൺ എപ്പോഴും അതിൻ്റെ ആ കാർബൺ എപ്പോഴും മെയിൻ ചെയിനിലോ അല്ലെങ്കിൽ സൈഡ് ചെയിനിലൊക്കെ ആഡഡ് ആയിരിക്കും. യെസ് ഓ നോ? യെസ് ഓ നോ? പക്ഷെ കബോക്സിലിക് ആസിഡിൻ്റെയും ആൽഡിഹൈഡിൻ്റെ ഒക്കെ കേസിൽ അവന്മാർ ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. സോ ദർ ആർ ചാൻസസ് ദാറ്റ് ദേ മൈറ്റ് നോട്ട് ബി ആഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. യെസ് ഓ നോ? അതേപോലെ തന്നെയാണ് സയനൈഡിൻ്റെയും കേസ്. അതേപോലെ തന്നെയാണ് സയനൈഡിൻ്റെയും. സയനൈഡും ഒരു ടെർമിനൽ സംഭവമാണ്. സയനൈഡും ഒരു ടെർമിനൽ ഫങ്ഷൻ ഗ്രൂപ്പാണ്. CN കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്കില്ല, ഇപ്പുറത്തേക്കേ ഉള്ളൂ. CN കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്തു, അപ്പുറത്തേക്കൊന്നും ഇല്ല, ഇപ്പുറത്തേക്കേ വരുള്ളൂ. C ട്രിപ്പിൾ ബോണ്ട് N കഴിഞ്ഞാൽ. യെസ് ഓ നോ? സോ ആൽക്കെയിൻ കാർബോനൈട്രൈൽ ആണ് ഇതിൻ്റെ സ്പെഷ്യൽ നെയിം വരുന്നത്. ആൽക്കെയിൻ കാർബോനൈട്രൈൽ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യണേ എന്ന് നോക്കാം. നമുക്ക് എല്ലാവരും നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വരുന്നത് എന്താണ്? CN is directly attached to cyclohexane. So cyclohexane carbonitrile. Cyclohexane carbonitrile. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പേര് വരാൻ പോകുന്നത്. Cyclohexane carbonitrile. Yes or no, my dear students? Yes or no? അടുത്തത് നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, എന്താണ് നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്? 1, 2, 3 സെയിം. കബോക്സിലിക് ആസിഡിലും നമ്മൾ ഇവനെ കണ്ടു, ആൽഡിഹൈഡിലും ഇവനെ കണ്ടു, ഇപ്പൊ നൈട്രൈലും ഇവനെ കണ്ടു. എന്താണ് വരാൻ പോകുന്നത്? പ്രൊപ്പെയിൻ 1,2,3 ട്രൈകാർബോനൈട്രൈൽ. പ്രൊപ്പെയിൻ 1,2,3 ട്രൈകാർബോനൈട്രൈൽ. യെസ് ഓ നോ? പ്രൊപ്പെയിൻ ചെയിൻ ഇവിടെ വരുന്നു 1,2,3 ട്രൈകാർബോനൈട്രൈൽ. മറക്കരുത്. ഓക്കെ, സെയിം എക്സാമ്പിൾസ് നമ്മൾ ആൽഡിഹൈഡ്സിലും കണ്ടതാണ്, കബോക്സിലിക് ആസിഡ്സിലും കണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ്? നെക്സ്റ്റ് വൺ കബോക്സിലിക് ആസിഡിന്റെ വളരെ അടുത്തൊരു അഭിദോസ്താണ് ആസിഡ് ഹാലൈഡ്. കാർബോക്സിലിക് ആസിഡ് പോലെ തന്നെയാണ്. കാർബോക്സിലിക് ആസിഡ് COOH ആണെങ്കിൽ ഇവൻ വരുന്നത് COCLO അല്ലെങ്കിൽ COBRO അല്ലെങ്കിൽ COIO അങ്ങനെയായിരിക്കും. ഓക്കെ, ആസിഡ് ഹാലൈഡ്. സോ ബേസിക്കലി ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെയാണ് ഇരിക്കണേന്ന് നോക്കൂ. COX, അതായത് സപ്പോസ് നമുക്കൊരു CH3 ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. C+X. ഈ X വേണമെങ്കിൽ Cl ആവാം, അല്ലെങ്കിൽ Br ആവാം, അല്ലെങ്കിൽ I ആവാം. Yes or no, my dear students? അല്ലെങ്കിൽ F ആവാം, my dear students. Yes or no, my dear champions? Perfect. ഇവനാണ് ആസിഡ് ഹാലൈഡ്. പ്രിഫിക്സ് വരുന്നത് ഹാലോ കാർബോണിൽ. ഫോർ എക്സാമ്പിൾ ക്ലോറോ കാർബോണിൽ, അല്ലെങ്കിൽ ബ്രോമോ കാർബോണിൽ, അല്ലെങ്കിൽ അയഡോ കാർബോണിൽ. സെക്കൻഡറി സഫിക്സ് വരുന്നത് ഓയിൽ ഹാലൈഡ്. ഫോർ എക്സാമ്പിൾ ഓയിൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ ഓയിൽ ബ്രോമൈഡ്, അല്ലെങ്കിൽ ഓയിൽ അയോഡൈഡ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും നോക്കാം. RCOX. ജനറൽ നെയിം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ജനറൽ നെയിം വരുന്നത് ആൽക്കനോയിൽ ഹാലൈഡ്. ഫോർ എക്സാമ്പിൾ എത്തനോയിൽ ക്ലോറൈഡ്.
പ്രൊപ്പനോയിൽ ബ്രോമൈഡ്. എക്സാമ്പിൾ കാണിച്ചു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. CH2. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർബൺസിന്റെ സ്കെലിറ്റൻ ഫിൽ അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഫിൽ ഇറ്റ് അപ്പ് വിത്ത് ഹൈഡ്രജൻ. CH3 CH2 COCl. CH3 CH2 COCl. എങ്ങനെയാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ നിന്ന് നമ്പറിംഗ് സ്റ്റാർട്ട്. കാര്യം ഇവനാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവൻ മൊത്തം COCl ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ 1 2 3 പ്രൊപ്പൈൻ ചെയിൻ ആണ്. പ്രൊപ്പനോയിൽ ക്ലോറൈഡ്. Cl ആണ് ഇവിടെ വരുന്നത്. സോ പ്രൊപ്പനോയിൽ ക്ലോറൈഡ് ആയിരിക്കും പേര്. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? യെസ് ഓർ നോ? പ്രൊപ്പനോയിൽ ക്ലോറൈഡ്. നെക്സ്റ്റ്, ഇവന്റെ പേരെന്തായിരിക്കും? എവിടെ നിന്നാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക? ചിലർ പറയും സാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, കാര്യം ഇവന് ലോവസ്റ്റ് നമ്പറിംഗ് കൊടുക്കണം. ഒരിക്കലും അല്ല, ഇവന് ലോവസ്റ്റ് നമ്പറിംഗ് കൊടുക്കണം. ഇവനാണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, അവന് ലോവസ്റ്റ് നമ്പറിംഗ് കൊടുക്കണം. സോ ബേസിക്കലി നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 2 3 4. 3 മീഥൈൽ വരും അല്ലേ? 3 മീഥൈൽ. കാര്യം എന്താണ്? തേർഡ് പൊസിഷനില് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. അപ്പൊ വരാൻ പോകുന്ന പേരെന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? 3 മീഥൈൽ ബ്യൂട്ടനോയിൽ ബ്രോമൈഡ്. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? പെർഫെക്റ്റ്. നെക്സ്റ്റ്, ഇവന്റെ പേര് നോക്കാം. COCl ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് CO ആണ്, CH2Cl ആണ്. അണ്ടർസ്റ്റാൻഡ്, ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല കേട്ടോ. ഇത് ആസ് എൻ ആസിഡ് ക്ലോറൈഡ് അല്ല. ഇവൻ ആസിഡ് ക്ലോറൈഡ് അല്ല. ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ COCl വരണം. ഇത് CO CH2Cl. ഇവിടെ ഒരു കീറ്റോ ഗ്രൂപ്പ് ആണ്, ഇവിടെ ഒരു ക്ലോറൈഡ് ഗ്രൂപ്പ് ആണ്. അത്രേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. COCl ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഏത്? ആസിഡ് ഹാലൈഡ്. യെസ് ഓർ നോ? ആസിഡ് ക്ലോറൈഡ് ടു ബി മോർ പ്രിസൈസ്. ഇവിടെ വരുന്നത് CO, ദാറ്റ്സ് എ കീറ്റോ ഗ്രൂപ്പ്. ഇവിടെ CH2Cl, ദാറ്റ്സ് എ ക്ലോറൈഡ് ഗ്രൂപ്പ്. ദാറ്റ്സ് ഇറ്റ്. അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. സോ ബേസിക്കലി ക്ലോറൈഡ് പ്രിഫിക്സ് വരും, ക്ലോറോ പ്രിഫിക്സ് വരും, കീറ്റോ പ്രിഫിക്സ് വരും. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ക്ലോറൈഡ് പ്രിഫിക്സ് വരും, കീറ്റോ പ്രിഫിക്സ് വരും. എന്താണ് എന്റെ പേര് വരാൻ പോകുന്നത്? നമ്പറിംഗ് നോക്കുക. നമ്പറിംഗ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം ഇവനാണ് മെയിൻ തലോട്ടപ്പൻ. അപ്പൊ ഇവിടുന്ന് 1 2 3 4 5. 5th പൊസിഷനിൽ ക്ലോറോ വരും മൈ ഡിയർ സ്റ്റുഡൻസ്. 4th പൊസിഷനിൽ ഓക്സോ അല്ലെങ്കിൽ കീറ്റോ വരും. എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ബിക്കോസ് ഇത് കീറ്റോ ഗ്രൂപ്പ് ആണ്. സോ ബേസിക്കലി പേര് വരാൻ പോകുന്ന എന്താണ്? 5 ക്ലോറോ 4 ഓക്സോ, 5 ക്ലോറോ 4 ഓക്സോ പെന്റനോയിൽ ക്ലോറൈഡ്. 5 ക്ലോറോ 4 ഓക്സോ പെന്റനോയിൽ ക്ലോറൈഡ്. 5 ക്ലോറോ 4 ഓക്സോ പെന്റനോയിൽ ക്ലോറൈഡ്. Yes or no, my dear champions? Perfect or not? Next, special name. Obviously special name ഉണ്ടാവും. കാര്യം ഇവനൊരു ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. COCl ആണ്. അപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇപ്പുറത്തേക്ക് ഉണ്ട്. COCl. Yes or no? ഇപ്പുറത്തേക്ക് ചെയിൻ ഉണ്ട്. Okay, so basically there will be situations where the carbon of the functional group, carbon of this guy is not included in the main chain. For example, എല്ലാവരും നോക്കുക. യൂഷ്വൽ എന്തായിരിക്കും? എല്ലാവരും നോക്കുക. ആൽക്കെയിൻ കാർബോണിൽ ഹാലൈഡ്. കാർബോണിൽ ഹാലൈഡ് ആണ് സ്പെഷ്യൽ നെയിം. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് എന്താണ്? സൈക്ലോഹെക്സെയിൻ കാർബോണിൽ ക്ലോറൈഡ്. ഹാലൈഡ് എന്ന് എഴുതരുത്. ഹാലൈഡ് എന്നുള്ളത് ജനറൽ നെയിം ആണ്. യെസ് ഓർ നോ? ഇവിടെ വരുന്നത് ക്ലോറിൻ ആണ്. സോ സൈക്ലോഹെക്സെയിൻ കാർബോണിൽ ക്ലോറൈഡ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ യൂഷ്വൽ സംഭവം. പ്രൊപ്പെയിൻ 1,2,3 പ്രൊപ്പെയിൻ 1,2,3 ട്രൈ കാർബോണിൽ ക്ലോറൈഡ് അല്ലേ? പ്രൊപ്പെയിൻ 1,2,3 ട്രൈ കാർബോണിൽ ക്ലോറൈഡ്. ഇവനെ നമ്മൾ ആൽഡിഹൈഡ്സിലും കാർബോക്സിലിക് ആസിഡ്സിലും എല്ലാത്തിലും കണ്ടുണ്ട്. യു കനോട്ട് സ്റ്റാർട്ട് നമ്പറിംഗ് ഫ്രം ഹിയർ. കാര്യം ഇവന്മാരെ 3 പേരും ഒരുമിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേ ഇമ്പോർട്ടൻസ് ഉള്ളവന്മാരാണ്. സോ 1 2 3 ഇവനായിരിക്കും മെയിൻ ചെയിൻ വരുന്നത്. ഇവന്മാരെ നമ്മൾ സ്പെഷ്യൽ കാറ്റഗറിയിൽ കൊണ്ടിടും. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? പെർഫെക്റ്റ് ഓർ നോട്ട്? നെക്സ്റ്റ് നെയിമിംഗ് ഓഫ് ആസിഡ് അമൈഡ്. ഈ ആസിഡ് അമൈഡും കബോക്സിലിക് ആസിഡിന്റെ ഒരു ബ്രദർ തന്നെയാണ്. യെസ് ഓർ നോ? കാര്യം പറയുകയാണെങ്കിൽ കബോക്സിലിക് ആസിഡിന് ഇഷ്ടംപോലെ ബ്രദേഴ്സ് ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. കബോക്സിലിക് ആസിഡ് എന്താണ്? COOH ആണ്. ഈ OH Cl ആയാൽ അവൻ ആസിഡ് ക്ലോറൈഡ് ആവും.
ഈ OH NH2 ആയാൽ അവൻ അമൈഡ് ആവും. ഈ OH OR ആയാൽ അവൻ എസ്റ്റർ ആവും. Yes or no, my dear students? Fine. ഇവന്മാരൊക്കെ കാർബോക്സിലിക് ആസിഡിന്റെ ബ്രദേഴ്സ് ആണ്. Yes or no? അതേപോലെ തന്നെ ഈ OH OCOR ആയാൽ അവൻ അൻഹൈഡ്രൈഡ് ആവും. ഈ OHന് പകരം ഇവനെ കൊണ്ടിട്ടാൽ അൻഹൈഡ്രൈഡ് ആവും. അൻഹൈഡ്രൈഡിനെ കുറിച്ച് നമ്മൾ പഠിക്കും, പേടിക്കണ്ട. നമുക്കിപ്പോൾ തൽക്കാലം അമൈഡ് എന്താ നോക്കാം. അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് is RCONH2. അതായത് സപ്പോസ് we have CH3, C double bond O, NH2. Look at this. This is the functional group. This is the functional group. Yes or no? Prefix വരുന്നത് എന്താണ്? കാർബമോയിൽ. സെക്കൻഡറി സഫിക്സ് വരുന്നത് എന്താണ്? അമൈഡ്. പ്രിഫിക്സ് വരുന്നത് കാർബമോയിൽ, സെക്കൻഡറി സഫിക്സ് വരുന്നത് അമൈഡ്. എങ്ങനെയാണ് യൂസ് ചെയ്യണത് നോക്കാം. RCONH2 ജനറൽ നെയിം എന്താണ്? ആൽക്കനമൈഡ്. ഫോർ എക്സാമ്പിൾ എത്തനമൈഡ്, പ്രൊപ്പനമൈഡ്, ബ്യൂട്ടനമൈഡ്, എക്സെട്ര എക്സെട്ര. എക്സാമ്പിൾസ് കാണാം മൈ ഡിയർ സ്റ്റുഡൻസ്, എക്സാമ്പിൾസ് കാണാം. HCONH2. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഒരു കാർബൺ ഉണ്ട്, റൂട്ട് വേർഡ് എന്താണ്? മെത്ത്. ഒരു കാർബൺ ഉണ്ട്, റൂട്ട് വേർഡ് എന്താണ്? മെത്ത്. അൺസാച്ചുറേഷൻ ഉണ്ടോ? ഇല്ല. മെത്തൻ. ഓക്കെ, അമൈഡ്, മെത്തൻ അമൈഡ്. മീത്തേൻ എന്നിടണോ? മീത്തേൻ എന്നിടണോ? വേണ്ട. കാര്യം ഇവിടെ വരുന്നത് നോൺ വവലും വവലും അടുപ്പിച്ചാണ്. സോ മെത്തനാമൈഡ്. മീത്തേൻ അമൈഡ് എന്ന് ഇടരുത്, മെത്തനാമൈഡ്. ഓക്കെ, യെസ് ഓർ നോ? നെക്സ്റ്റ്, ഇവന്റെ പേരെന്തായിരിക്കും? എല്ലാവരും നോക്കുക. എവിടെന്നാ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഇതൊക്കെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ഇവനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, സാർ ഈ CS3 എന്താണ്? ബേസിക്കലി വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ടു ഹൈഡ്രജൻസ് NH2 പകരം 2 മീഥൈൽ വന്നു അവിടെ. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ഈ മീഥൈലിനെ പേരിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇവന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. CS3CONH2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബേസിക്കലി എത്തനാമൈഡ്. നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ ഇവന്റെ പേരെന്തായിരിക്കും? നമ്മൾ ഇവനെ എത്തനാമൈഡ് എന്ന് വിളിക്കാൻ പറ്റില്ല, കാര്യം ഈ 2 CS3 നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം പേരിൽ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ CS3യുടെ പൊസിഷൻ ഏതാണ്? ദിസ് CS3 is attached to nitrogen. അല്ലേ? This CH3 is attached to nitrogen. നൈട്രജനിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള CS3 ആണത്. അപ്പൊ 1ഓ 2ഓ 3ഓ അങ്ങനെയല്ല നമ്പറിങ് കൊടുക്കുക. N ആണ് അതിന്റെ പൊസിഷൻ. അതിന്റെ പൊസിഷൻ വരാൻ പോകുന്നത് N ആയിരിക്കും. ഏതിന്റെ പൊസിഷൻ? ഈ 2 മീഥൈലിന്റെ. അപ്പൊ പേരെങ്ങനെയായിരിക്കും വരിക? N, ഡൈമീഥൈൽ. N, ഡൈമീഥൈൽ എത്തനാമൈഡ്. ഈ N, എന്ന് വെച്ചാൽ എന്താണ്? അതായത് 2 മീഥൈൽ ഉണ്ട്, അവന്റെ 2 പേരുടെ സ്ഥലം നൈട്രജൻ ആണ്, നൈട്രജനിലേക്ക് അറ്റാച്ച്ഡ് ആണ്. സോ N, നമ്മളിപ്പോ പറയില്ലേ 1,2 ഡൈമീഥൈൽ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ 1,1 ഡൈമീഥൈൽ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ 2,2 ഡൈമീഥൈൽ എന്ന് പറയില്ലേ. അതേപോലെ തന്നെ N, ഡൈമീഥൈൽ എത്തനാമൈഡ്. Clear? Just to symbolize that the methyl group is attached to nitrogen. Clear? Yes or no? Next. ഇവരെ നോക്കാം. ഇവിടെ ഒരു അമൈഡ് ഉണ്ട്, ഇവിടെ ഒരു അമൈഡ് ഉണ്ട്. 2 അമൈഡ് ഗ്രൂപ്പ് ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. 2 അമൈഡ് ഗ്രൂപ്പ് ഉണ്ട്. യെസ് ഓ നോ? എവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. 2നും ഈക്വൽ പ്രിഫറൻസ് ആണ്. സോറി മൈ ഡിയർ സ്റ്റുഡൻസ്, യാത്ര കഴിഞ്ഞ് നല്ല തുമ്മലും പനിയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കണത്. എല്ലാവരും നോക്കുക. 1, 2, 3, 4 ബ്യൂട്ട് ആണ് മെയിൻ ചെയിൻ. ബ്യൂട്ടാണ് മെയിൻ ചെയിൻ വരുന്നത്. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ബ്യൂട്ടേൻ 1,4 ഡൈഅമൈഡ്. ബ്യൂട്ടേൻ 1,4 ഡൈഅമൈഡ്. 2 അമൈഡ് വരുന്നുണ്ട്. ബ്യൂട്ടേൻ
1,4 diamide. Yes or no? 1, 2, 3, 4. Yes or no, my dear champions? Next is special name for amides. Special name of amides. Alkane carboxamide എന്നാണ് ഇതിന്റെ സ്പെഷ്യൽ നെയിം വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് സ്പെഷ്യൽ നെയിം ഉള്ളത്? സെയിം റീസൺ. ഇതും ഒരു ടെർമിനൽ ഗ്രൂപ്പാണ്. ആൽക്കെയിൻ കാർബോക്സമൈഡ് എന്നാണ് വരുന്നത്. ആൽക്കെയിൻ കാർബോക്സമൈഡ്. If the carbon of the amide is not included in the main chain, ഇതിന്റെ സ്പെഷ്യൽ നെയിം ആണ് യൂസ് ചെയ്യുക. Yes or no? For example, എല്ലാവരും നോക്കുക. സെയിം ലോജിക്. cyclohexane carboxamide. ബിക്കോസ് ഇതാണ് മെയിൻ ചെയിൻ വരുന്നത്. ഈ കാർബൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല മെയിൻ ചെയിനിൽ. ബട്ട് ഇറ്റ്സ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ സ്പെഷ്യൽ നെയിം ആണ് യൂസ് ചെയ്യുക. cyclohexane carboxamide. അതേപോലെ തന്നെ നമ്മുടെ യൂഷ്വൽ നെക്സ്റ്റ് വൺ നോക്കാം മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാവരും നോക്കുക. 2 amide ഗ്രൂപ്പ് അറ്റാച്ച് ടു ദ സൈക്ലോഹെക്സൈൽ റിംഗ്. 2 amide ഗ്രൂപ്പ്. അപ്പോൾ ഇവന്റെ പേരെന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? സെയിം ലോജിക്ക് തന്നെ, പക്ഷെ 2 കാർബോക്സമൈഡ് ഉണ്ടാവും. സോ സൈക്ലോഹെക്സെയിൻ നമ്പറിംഗ് തുടങ്ങുക 1, 2, 3. 1,3 dicarboxamide. Cyclohexane 1,3 dicarboxamide. Is that clear, my dear students? Fine. Next. നമ്മുടെ യൂഷ്വൽ ഹീറോ propane 1,2,3 tricarboxamide. propane 1,2,3 tricarboxamide. Yes or no? Guys, ഇവരൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നീറ്റിൽ അധികം ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ചോദിക്കാത്തത് കൊണ്ട് തന്നെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾസ് തരുന്നത്. സ്ട്രെസ്സിങ് ഓൺ ദിസ് ഫോർ ഈച്ച് ആൻഡ് എവറി ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഇതിനെ സ്ട്രെസ് ചെയ്യുന്നത്. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ഗോട്ട് ഇറ്റ്. നമുക്ക് അടുത്ത നോക്കാം. ഇവനെ നോക്കാം. മെയിൻ വരുന്നത് എന്താണ്? തലോട്ടപ്പൻ ആരാണ്? കബോക്സിലിക് ആസിഡ് ആണ് തലോട്ടപ്പൻ. ഇവൻ വരുന്നത് പ്രിഫിക്സ് ആയിരിക്കും. യെസ് ഓർ നോ? അപ്പോൾ എങ്ങനെയാണ് നെയിം ചെയ്യുക മൈ ഡിയർ സ്റ്റുഡൻസ്? എങ്ങനെയാണ് പേരിടുക മൈ ഡിയർ ചാമ്പ്യൻസ്? കബോക്സിലിക് ആസിഡ് മെയിൻ ചെയിനിൽ വരുന്നുണ്ടോ? ഇല്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. യെസ് ഓർ നോ? ഈ കബോക്സിലിക് ആസിഡിന്റെ കാർബണും ഈ അമൈൻ്റെ കാർബണും മെയിൻ ചെയിനിൽ വരുന്നില്ല. മെയിൻ ചെയിൻ വരുന്നത് എന്താണ്? 1, 2, 3, 4, 5. യെസ് ഓർ നോ? സോ ബേസിക്കലി എൻഡ് ചെയ്യാൻ പോകുന്നത് സഫിക്സ് എന്തായിരിക്കും? കബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഓയിക് ആസിഡ് അല്ല, കബോക്സിലിക് ആസിഡ് ആയിരിക്കും. സെക്കൻഡ് പൊസിഷനിൽ അമൈഡ് ഉണ്ട്. യെസ് ഓർ നോ? സെക്കൻഡ് പൊസിഷനിൽ അമൈഡ് ഉണ്ട്. അത് പ്രിഫിക്സ് ആയിരിക്കും. അപ്പൊ 2 കാർബമോയിൽ കാര്യം എന്താണ്? അമൈഡിന്റെ പ്രിഫിക്സ് എന്താണ്? അല്ലെങ്കിൽ CONH2 പ്രിഫിക്സ് എന്താണ്? കാർബമോയിൽ. സോ 2 കാർബമോയിൽ സൈക്ലോപെന്റെയിൻ. 1 കാർബോക്സിലിക് ആസിഡ്. ഓയിക് ആസിഡ് അല്ല, സൈക്ലോപെന്റനോയിക് ആസിഡ് അല്ല. കാര്യം എന്താണ്? ഈ കാർബൺ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. ദിസ് കാർബൺ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ചെയിൻ. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻ? നെക്സ്റ്റ്, നെയിമിംഗ് ഓഫ് അൻഹൈഡ്രൈഡ്. ഞാൻ പറഞ്ഞു അൻഹൈഡ്രൈഡും കബോക്സിലിക് ആസിഡിന്റെ ഒരു അഭിദോസ്താണ്. കസിൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അൻഹൈഡ്രൈഡ് എങ്ങനെയാണ് ഇരിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്? മൈ ഡിയർ ചാമ്പ്യൻസ്? എല്ലാവരും നോക്കുക. അൻഹൈഡ്രൈഡ് ലുക്സ് ലൈക്ക് ദിസ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു R ഗ്രൂപ്പും ഇവിടെ ഒരു R ഗ്രൂപ്പും ഉണ്ട്. ആറും അല്ലെങ്കിൽ ആറും R' ആവാം. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CH3 CO O CO CH3. അല്ലെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് CH3 CO O CO C2H5. ഇതൊക്കെ അൻഹൈഡ്രൈഡിന്റെ കാറ്റഗറി പെടും. യെസ് ഓർ നോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അൻഹൈഡ്രൈഡ് എങ്ങനെയാണ് ഉണ്ടാവുക? അൻഹൈഡ്രൈഡ് ബേസിക്കലി ഉണ്ടാവുന്നത് 2 കബോക്സിലിക് ആസിഡ് കൂടിയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ അതിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. When a water molecule is lost from 2 carboxylic acid functional groups, that is when an anhydride is formed. For example, എല്ലാവരും നോക്കുക. ഈവൻ അസറ്റിക് ആസിഡ് ആണ്, എത്തനോയിക് ആസിഡ് ആണ്.
ഇവനും ഒരു എത്തനോയിക് ആസിഡാണ്. ഈ എത്തനോയിക് ആസിഡ് രണ്ടും കൂടുമ്പോൾ അണ്ടർ ഗിവൺ കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില റിയേജൻസ് കൊടുക്കുമ്പോൾ, ആ റിയേജൻസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. എന്താ നടക്കുക എന്ന് ചോദിച്ചാൽ ഒരു വാട്ടർ മോളിക്യൂൾ വിൽ ബി ലോസ്റ്റ് ഫ്രം ദർ. അതായത് ഇമാജിൻ ദിസ് OH and this H is lost and this oxygen combines with this carbon. This OH and this hydrogen is lost, so E oxygen will combine with this carbon. What do you get? You get the anhydride. CH3 COO CO CH3. EO ആണ് EO. Yes or no? Yes or no? Fine. So we can call this as the anhydride of ethanoic acid. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സെക്കൻഡറി സഫിക്സ് വരുന്നത് ഓയിക് അൻഹൈഡ്രൈഡ് എന്നായിരിക്കും സെക്കൻഡറി സഫിക്സ് വരുന്നത്. കാര്യം ഈ അൻഹൈഡ്രൈഡ് ഇസ് ഓൾവേസ് ബോൺ ഫ്രം എ കാർബോക്സിലിക് ആസിഡ്. So rather than calling it as ethanoic acid, we'll call it as ethanoic anhydride. Ethanoic acid in the anhydride. It's not an acid, it's an anhydride. You remove water from the acid, you'll get the anhydride. Ethanoic anhydride. Prefix in the use varunilla. Okay, please keep that in mind. Suffix aite varullu ivamaru. Yes or no? Ethanoic anhydride. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടെണ്ണം ഉണ്ട്. Yes or no? രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഇത് എത്തനോയിക് അൻഹൈഡ്രൈഡ് ആണോ? അല്ല. എത്തനോയിക് അൻഹൈഡ്രൈഡ് ഇസ് ബോൺ ഫ്രം എത്തനോയിക് ആസിഡ്. യെസ് ഓ നോ? അപ്പൊ എത്തനോയിക് അൻഹൈഡ്രൈഡിന് എത്ര കാർബൺസ് ഉണ്ട്? 1 2 3 4 ഉണ്ട്. ഇവൻ എന്താണ്? ദിസ് ഗായ് ഓവർ ഹിയർ ഇസ് ബോൺ ഫ്രം മെത്തനോയിക് ആസിഡ്. അതായത് മെത്തനോയിക് ആസിഡ് എല്ലാവരും നോക്കുക, COOH, വേറൊരു മെത്തനോയിക് ആസിഡും ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു വാട്ടർ മോളിക്യൂളിനെ കളഞ്ഞാൽ HCOOCOH ഇവനെ കിട്ടും. സോ ബേസിക്കലി ദിസ് ഗായ് ഇസ് മെത്തനോയിക് അൻഹൈഡ്രൈഡ്. ഇവൻ വരുന്നത് മെത്തനോയിക് അൻഹൈഡ്രൈഡ് ആയിരിക്കും, എത്തനോയിക് അല്ല. നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ വിടണം. അതായത് ചില സ്റ്റുഡൻസ് നോക്കുമ്പോൾ 2 കാർബൺ ഉണ്ട് സാറേ, ഇത് എത്തനോയിക് അൻഹൈഡ്രൈഡ് ആണ്. അല്ല. See from what acid it is bond. ഏത് കാർബോക്സിലിക് ആസിഡിൽ നിന്നാണ് അതിൻ്റെ ജനനം ഉണ്ടാവുന്നത്? മെത്തനോയിക് ആസിഡിൽ നിന്നാണ്. അടുത്ത നോക്കാം. എല്ലാവരും നോക്കുക. ഇവൻ്റെ പേര്, ഇവൻ ഏത് കാർബോക്സിലിക് ആസിഡിൽ നിന്നായിരിക്കും ഇവൻ്റെ ജനനം ഉണ്ടാവുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കുക, COOCO ഇവരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഇങ്ങനൊരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഇങ്ങനൊരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും കിട്ടും. ഇവന്മാരിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ ലോസ് ആവുമ്പോൾ COOCO കിട്ടും. യെസ് ഓ നോ? സോ ബേസിക്കലി നമ്മൾ ഈ ഒരു കാർബോക്സിലിക് ആസിഡിനെ പേരിടുക, എന്നിട്ട് ഓയിക് അൻഹൈഡ്രൈഡ് വെച്ചിട്ട് അവസാനിപ്പിക്കുക. ഈ കാർബോക്സിലിക് ആസിഡിന്റെ പേരിടുക, എന്നിട്ട് ഓയിക് അൻഹൈഡ്രൈഡ് വെച്ചിട്ട് അവസാനിപ്പിക്കുക. ആ കാർബോക്സിലിക് ആസിഡിന്റെ പേരെന്താണ്? ഈ കാർബോക്സിലിക് ആസിഡിന്റെ പേരെന്താണ്? സൈക്ലോബ്യൂട്ടേൻ 1,2. സൈക്ലോബ്യൂട്ടേൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ് എന്നാണ് ഇവന്റെ പേര്. കാര്യം എന്താണ്? ഇവന്മാർ രണ്ടുപേരും നമ്പറിംഗിൽ വരുന്നില്ല. COH മെയിൻ ചെയിനിൽ വരുന്നില്ല. സോ സൈക്ലോബ്യൂട്ടേൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ് എന്നാണ് അവന്റെ പേര്. പക്ഷെ അവനെ മാറ്റി നമുക്ക് 1,2 ഡൈകാർബോക്സിലിക് അൻഹൈഡ്രൈഡ് എന്നിടാം. കാര്യം എന്താണ്? ഇവന്റെ പേരാണ് നമുക്ക് വേണ്ടത്. സോ സൈക്ലോബ്യൂട്ടേൻ 1,2 ഡൈകാർബോക്സിലിക് അൻഹൈഡ്രൈഡ്. ആ ആസിഡ് മാറ്റി അൻഹൈഡ്രൈഡ് ഇടുക, അത്രേ ഉള്ളൂ. Got it? Perfect. Next one നോക്കാം. ഇവന്റെ ജനനം ഏത് കാർബോക്സിലിക് ആസിഡിൽ നിന്നായിരിക്കും? സിമ്പിൾ ആയിട്ട് നോക്കുക. CH2 ഉണ്ട്. ഓക്കെ, CO ഇവിടെ ഒരു OH കൊടുക്കുക. ഓക്കെ, ഇവിടെയും CO, ഇവിടെയും ഒരു OH കൊടുക്കുക. യെസ് ഓ നോ? ഫൈൻ. ഈ കാർബോക്സിലിക് ആസിഡിന്റെ പേരെന്താണ്? 1 2 3 4. 1 2 3 4. യെസ് ഓർ നോ? ബ്യൂട്ടേൻ 1,2 ഡയോയിക് ആസിഡ്. അല്ല, ബ്യൂട്ടേൻ 1,2 ഡയോയിക് ആസിഡ് ആണ്. ആ ആസിഡ് മാറ്റി അൻഹൈഡ്രൈഡ് ഇടുക. ബ്യൂട്ടേൻ 1,2 ഡയോയിക് അൻഹൈഡ്രൈഡ്. 1,2
ബ്യൂട്ടൈൻ 1,4 ആണ് വരിക, 1,2 അല്ല, ബ്യൂട്ടൈൻ 1,4 ഡയോയിക് അൻഹൈഡ്രൈഡ്. ബേസിക്കലി 1,4 ഇടേണ്ട ആവശ്യം വരുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്, ബിക്കോസ് ഇവിടെ 2 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്സ് ഉള്ളൂ, അത് രണ്ടും എക്സ്ട്രീംസിലായിരിക്കും, എക്സ്ട്രീം എൻഡിലായിരിക്കും. അതിൻ്റെ പൊസിഷൻസ് എന്തായാലും 1,4 സോ ബ്യൂട്ടൈൻ ഡയോയിക് അൻഹൈഡ്രൈഡ് എന്നും ഇടാം, അല്ലെങ്കിൽ ബ്യൂട്ടൈൻ 1,4 ഡയോയിക് അൻഹൈഡ്രൈഡ് എന്നും ഇടാം, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, യെസ് ആണോ? കാര്യം എന്താ, ഫസ്റ്റ് പൊസിഷനിലും 4th പൊസിഷനിലും ആണ് ഇവന്മാർ വരുന്നത്. യെസ് ആണോ? നെക്സ്റ്റ്, ഇവന്റെ പേര് ഫോർ അൺസിമെട്രിക്കൽ അൻഹൈഡ്രൈഡ്. അൺസിമെട്രിക്കൽ അൻഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പും ഇവിടെ വേറൊരു ഗ്രൂപ്പുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇവന്റെ കാർബോക്സിലിക് ആസിഡ് പേരൻസ് ആരൊക്കെയായിരിക്കും. ഇവിടെ വരുന്നത് HCOOH, ഇവിടെ വരുന്നത് CH3COOH. അതായത് മെത്തനോയിക് ആസിഡും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഇവനുണ്ടാവുന്നത്. മെത്തനോയിക് ആസിഡും ചേർന്ന് കഴിയുമ്പോഴാണ് ഇവനുണ്ടാവുന്നത്. അപ്പൊ പേരെന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? മെത്തനോയിക് അൻഹൈഡ്രൈഡ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇടുക, എത്തനോയിക് അൻഹൈഡ്രൈഡ്. ഓക്കെ, എത്തനോയിക് അൻഹൈഡ്രൈഡ്. just to show that എത്തനോയിക് ആസിഡും മെത്തനോയിക് ആസിഡും കൂടിച്ചേരുമ്പോഴാണ് ഇവൻ ഉണ്ടാവുന്നത്. Yes or no, my dear champions? Perfect. Good. Next, CH3COOCH2CH3 എന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ഏതായിരിക്കും പേരൻസ്? അതെ, ഇവനൊരു ഗ്രൂപ്പാണ്. യെസ് ആണോ? സോ CH3COOH, എത്തനോയിക് ആസിഡ് ഒന്ന്, പിന്നെ CH3CH2COOH, CH3CH2COOH. അതായത് എത്തനോയിക് ആസിഡും പ്രൊപ്പനോയിക് ആസിഡും കൂടി ചേരുമ്പോഴാണ് ഇവൻ ഉണ്ടാവുന്നത്. സോ എത്തനോയിക് പ്രൊപ്പനോയിക് അൻഹൈഡ്രൈഡ്. എത്തനോയിക് ആസിഡും പ്രൊപ്പനോയിക് ആസിഡും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഇവൻ ഉണ്ടാവുന്നത്. Yes or no, my dear champions? Guys, anhydride എങ്ങനെയാ പിരിക്കുക എന്നുള്ളത് പഠിച്ചില്ലേ? anhydride എങ്ങനെയാണ് പിരിക്കുക? How do you get the carboxylic acid? Very simple. അതായത് ഇവനെ ഇട്ടൊരു RCOH ഇടുക, ഇവനെയും ഇട്ടൊരു RCOH ഇടുക, അത്രേ ഉള്ളൂ. RCOOH. Got it? That's it. ബേസിക്കലി ഏതെങ്കിലും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ഇപ്പുറത്തൊരു RCOH ഇടുക, ഇപ്പുറത്തൊരു RCOH ഇടുക, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ബേസിക്കലി ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇപ്പുറത്തൊരു COH ആഡ് ചെയ്തു, ഇപ്പുറത്തൊരു COH ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. CH3COOH, CH3CH2COOH. ക്ലിയർ? Yes or no, my dear champions? Perfect. നെക്സ്റ്റ് വരുന്നത് നെയിമിംഗ് ഓഫ് എസ്റ്റേഴ്സ്. എസ്റ്ററും ഞാൻ പറഞ്ഞില്ലേ, എസ്റ്ററും ഒരു ബ്രദറാണ്. ആരുടെ? കാർബോക്സിലിക് ആസിഡിന്റെ ഒരു ബ്രദറാണ് എസ്റ്ററും. ഓക്കെ, എസ്റ്ററിന്റെ പേര് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് COOR. സോ ബേസിക്കലി CH3COOR. ഈ R എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഈ R വേണമെങ്കിൽ C2H5 CH3 തന്നെയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. പ്രിഫിക്സ് വരുന്നത് ആൽക്കനോയിൽ ഓക്സി ഓർ ആൽക്കോക്സി കാർബോണിൽ. 2 പ്രിഫിക്സ് ഉണ്ട്. എപ്പോഴാണ് ഇവന്മാരെ യൂസ് ചെയ്യുക, എങ്ങനെയാണ് ചേഞ്ചസ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിൾ കാണുമ്പോൾ. സെക്കൻഡറി സഫിക്സ് വരുന്നത് O8 എന്നാണ്, ആൽക്കനോയേറ്റ് എന്നാണ് വരുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൈ ഡിയർ സ്റ്റുഡൻസ്. ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്യല്ല വേണ്ടത്, എക്സാമ്പിൾസ് കാണുകയാണ് വേണ്ടത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കാം. ഫസ്റ്റ് RCOOR dash. ഇവിടെ R dash എന്നാണ്. Okay, just to show that there are 2 different alkyl groups. സെയിമും ആവാം, സെയിം അല്ലാതെയും ആവാം. സോ ബേസിക്കലി ഇതിന്റെ ജനറൽ നെയിം വരാൻ പോകുന്നത് ആൽക്കൈൽ ആൽക്കനോയേറ്റ്. ഇതിൽ ആൽക്കൈൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ്, the one that is attached to oxygen. ആൽക്കനോയേറ്റ് ആൽക്കൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഇവനെയാണ്, the one that is attached to carbon. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നറിയാം, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, HCOOCH3.
This would be methyl methanoate. Methyl methanoate. നോക്കുക ഈ R ഡാഷ് ഇവിടെ വരുന്ന CH3 ആണ്. സോ methyl methanoate. ഇവിടെ CH3ക്ക് പകരം CH2 CH3 ആണെങ്കിൽ ethyl methanoate എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. Got it. Cool examples കാണിച്ചു തരാം. ഇവനെ നോക്കുക. CH3 COO CH2 CH3. ethyl ethanoate. ഇവിടെ രണ്ട് കാർബൺസ് ഉണ്ട്. ethyl ethanoate. Yes or no, my dear champions? Yes or no, my dear students? Fine. എല്ലാവരും നോക്കാം, my dear students. ethyl ethanoate. Next. ഇവിടെ എന്തായിരിക്കും പേര് വരാൻ പോകുന്നത്? CH3 CH2 COO CH2 CH3. This group is attached to oxygen. So ethyl propanoate. ethyl propanoate അല്ലേ? ethyl propanoate അല്ലേ? 3 കാർബൺസ് ഉണ്ട്. ethyl propanoate. Yes or no, my dear champions? Got it? ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ എസ്റ്ററിന് 2 ടൈപ്പ് പ്രിഫിക്സ് ഉണ്ടെന്നുള്ളത്. എസ്റ്ററിന് 2 ടൈപ്പ് പ്രിഫിക്സ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അത് എപ്പോഴൊക്കെയാണ് അത് യൂസ് ചെയ്യുക? ഏതൊക്കെയാണത്, മൈ ഡിയർ സ്റ്റുഡൻസ്? ഏതൊക്കെയാണ് ആ പ്രിഫിക്സ് വരുന്നത്? 2 പ്രിഫിക്സ് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കുക. ഒന്ന് ആൽക്കനോയിൽ ഓക്സിയും ഒന്ന് ആൽക്കോക്സി കാർബോണിലും. എപ്പോഴാണ് ഇവന്മാരെ യൂസ് ചെയ്യുക? എല്ലാവരും നോക്കുക. എസ്റ്റർ, if ester is attached to the main chain through oxygen. നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതാണ് മെയിൻ ചെയിൻ വരുന്നത്. ഇവനായിരിക്കും സബ്സ്റ്റിറ്റ്യൂവന്റ്. കാര്യം തലോട്ടപ്പം കാർബോക്സിലിക് ആസിഡ് ആണ്. സോ 1 2 3 4 5 അവനാണ് മെയിൻ ചെയിൻ വരുന്നത്. യെസ് ഓർ നോ? എസ്റ്റർ മെയിൻ ചെയിനിൽ ഓക്സിജൻ വെച്ചിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ, if it is attached through oxygen, then we use alkanoyl oxy. For example, ഇവന്റെ പേര് വരാൻ പോകുന്നത്, എല്ലാവരും നോക്കുക, 1st, 2nd, 3rd, 4th and 5th. 2 ethanol. എല്ലാവരും നോക്കുക, 2 ethanol oxy. കാര്യം എന്താണ്? This is attached to the main chain through oxygen. ഓക്കെ. പിന്നെ എസ്റ്ററിൽ എത്ര കാർബൺസ് ഉണ്ട്? 2 കാർബൺസ് ഉണ്ട്. സോ 2 ethanol oxy pentanoic acid. ബാക്കിയുള്ളത് മെയിൻ ചെയിനെ വെച്ചിട്ട് pentanoic acid. On the other hand, if the ester is attached to the main chain through carbon, നോക്കുക, ഇവിടെ നോക്കുക. The second example നോക്കുക എല്ലാവരും. my dear students. 1 2 3 4 5 6. Second example, look at the difference. ഇവിടെ oxygen ആണ് attached. ഇവിടെ carbon of the ester ആണ് attached. Yes or no? അപ്പോഴാണ് നമ്മൾ ആൽക്കോക്സി കാർബണിൽ യൂസ് ചെയ്യുന്നത്. That is when we use alkoxy carbonyl. For example, ഇവന്റെ പേര് വരാൻ പോകുന്നത് 2-ethoxy carbonyl. എന്തുകൊണ്ടാണ്, my dear students? എല്ലാവരും നോക്കുക, my dear champions. 2-ethoxy carbonyl ആണ് ഇവിടെ വരുന്നത്. 2-ethoxy carbonyl hexanoic acid. കാര്യം എന്താണ്? ഇവിടെ ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈത്തോക്സി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇത് ഒറ്റൊരു കാർബൺ ആയിരിക്കും എപ്പോഴും. This point of attachment will always be only one carbon. So this is the carbonyl group. Ethoxy carbonyl. ഇതിനെയാണ് നമ്മൾ കാർബണിൽ എന്ന് വിളിക്കുന്നത്. Ethoxy carbonyl. Yes or no? Fine. ഇവിടെയും നമ്മൾ ഡിഫറൻസ് നോക്കും, my dear students. ഇവിടെ ഓക്സിജൻ ആണ് അറ്റാച്ച്ഡ്, ഇവിടെ കാർബൺ ആണ് അറ്റാച്ച്ഡ്. ഫോർ എക്സാമ്പിൾ ഇവിടെ CH2 CH3 ആണെങ്കിൽ 2-propoxy കാർബണിൽ എന്ന് വരും. വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ CH3 മാത്രമാണെങ്കിൽ 2-methoxy കാർബണിൽ എന്ന് വരും. Got it? Yes or no, my dear champions? ഇത് രണ്ടും നിങ്ങൾ മനസ്സിൽ വെക്കുക. Yes or no? Questions ഇതുവരെ നീറ്റിൽ വന്നിട്ടില്ല ഇവരെ കുറിച്ച്, പക്ഷെ വരാം.
അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ, വേദാന്തു നിങ്ങളെ കൊണ്ട് റിസ്ക് എടുപ്പിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് നെയിമിംഗ് ഓഫ് ഈത്തർ. ഈത്തറും എസ്റ്ററും രണ്ടും രണ്ടാണ്. ഈത്തറും എസ്റ്ററും രണ്ടും രണ്ടാണ്. എല്ലാവരും നോക്കുക, എപ്പോഴും സ്റ്റുഡൻസ് കൺഫ്യൂസ് ആവുന്ന ഒരു സംഭവമാണ് ഈത്തറും എസ്റ്ററും. ഈത്തർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ CH3O CH3 ഇത്രേ ഉള്ളൂ ഫങ്ഷണൽ ഗ്രൂപ്പ്. അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇങ്ങനെ C2H5 ഇത്രേ ഉള്ളൂ ഈത്തർ. എസ്റ്ററിന്റെ ഡിഫറൻസ് എന്താണ്? എസ്റ്റർ വരുന്നത് COOR ആണ്, അതായത് ഇങ്ങനെ വരും. ഇവനാണ് എസ്റ്റർ. എസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. ഈത്തർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ആൽക്കൈൽ ഗ്രൂപ്പ്, അത്രയും കണ്ടാൽ മതി. ഓക്കെ, ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആൽക്കൈൽ ഗ്രൂപ്പ്, ദാറ്റ് ഇസ് ഈത്തർ. പ്രിഫിക്സ് വരുന്നത് ആൽക്കോക്സി, സെക്കൻഡറി സഫിക്സ് വരുന്നത് പ്രിഫിക്സ് വരുന്നത് ആൽക്കോക്സി, സെക്കൻഡറി സഫിക്സ് വരുന്നത് എയിൻ. അതായത് ബേസിക്കലി സെക്കൻഡറി സഫിക്സ് ഇതിന് വരുന്നില്ല. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈത്തേഴ്സ് ഓൾവേസ് ആർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്വൻസ്. എപ്പോഴും സബ്സ്റ്റിറ്റ്വൻ്റ് ആയിരിക്കും ഇവന്മാർ. അതാണ് ANE എന്ന് കൊടുത്തേക്കണത്. ANE എന്ന് കൊടുത്താൽ ബേസിക്കലി ആൽക്കെയിനിൻ്റെ ANE ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈത്തറിനൊരു സഫിക്സ് വരുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഈത്തർ ഇസ് ഓൾവേസ് എ പ്രിഫിക്സ്. ഈവൻ ഇഫ് ദർ ഇസ് ഓൺലി വൺ ഈത്തർ, അത് എപ്പോഴും വരാൻ പോകുന്നത് പ്രിഫിക്സ് ആയിട്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം മൈ ഡിയർ ചാമ്പ്യൻസ്. ഫോർ എക്സാമ്പിൾ ROR ഡാഷ്, ഇതിന്റെ പേര് വരാൻ പോകുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് ഇവന്റെ പേര് വരാൻ പോകുന്നത്. ആരാണ് ആൽക്കോക്സി, ആരാണ് ആൽക്കെയിൻ? ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ചെയിൻ ലെങ്ത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. CH3O CH3, ഇവിടെയും CH3 ഇവിടെയും CH3. സോ മീത്തോക്സി മീഥെയിൻ, മീത്തോക്സി മീഥെയിൻ, ദാറ്റ്സ് ഇറ്റ്. മീത്തോക്സി മീഥെയിൻ. വേറെ CH3O CH2 CH3, ഇവിടെ ഏറ്റവും മെയിൻ ആളാരാണ്? ഇവനായിരിക്കും മെയിൻ ആള്, ഇവനായിരിക്കും സബ്സ്റ്റിറ്റ്യൂവന്റ്. സോ ഇവനാണ് ആൽക്കോക്സി, ഇവനാണ് ആൽക്കെയിൻ. ഇവനാണ് ആൽക്കോക്സി, ഇവനാണ് ആൽക്കെയിൻ. സോ മീത്തോക്സി ഈഥെയിൻ, മീത്തോക്സി ഈഥെയിൻ എന്നാണ് വരാൻ പോകുന്നത്. മീത്തോക്സി ഈഥെയിൻ. ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ ചാമ്പ്യൻസ്? ഗോട്ട് ഇറ്റ്? മീത്തോക്സി ഈഥെയിൻ. നെക്സ്റ്റ് ഇവനെ നോക്കുക. മെയിൻ ചെയിൻ വരുന്നത് ഇവിടെ. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ഇവൻ വരുന്നത് CH2 CH3, അവനാണ് ചെറുത്, ഇവനാണ് മെയിൻ ചെയിൻ. ഇനി എവിടെയാണ് ഈ ഈത്തർ അറ്റാച്ച്ഡ്? മെയിൻ ചെയിനിൽ എവിടെയാണ് അറ്റാച്ച്ഡ്? 1 2 3 4 5 6 ഇവിടെയാണ് അറ്റാച്ച്ഡ്. സോ 3 ethoxy, this is ethoxy, 3 ethoxy hexane, 3 ethoxy hexane. മനസ്സിലായോ? 3 ethoxy, ഇത് ethoxy ഗ്രൂപ്പ് ആണ്. ഹെക്സേൻ. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ഓൾവേസ് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ്. എപ്പോഴും ഒരു പ്രിഫിക്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഈത്തറിനെ. ഈത്തോക്സി, ആൽക്കോക്സി എന്നുള്ള മനസ്സിൽ കണ്ടാൽ മതി. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് 3 ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഗിവ് IUPAC നെയിംസ് ഫോർ ഓൾ ദ 3. എല്ലാവരും ഒന്ന് പോസ് അടിച്ചിട്ട് ചെയ്യാൻ നോക്കൂ മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാവരും ഒന്ന് പോസ് അടിച്ചിട്ട് ചെയ്യാൻ നോക്കൂ മൈ ഡിയർ ചാമ്പ്യൻസ്. പ്ലീസ്, ഞാൻ എൻ്റെ ആൻസർ എന്തായാലും തരുന്നതായിരിക്കും, പക്ഷെ എല്ലാവരും സ്വയം ഒന്ന് പോസ് അടിച്ച് ചെയ്യാൻ നോക്കുക. എന്തായിരിക്കും ഇവന്മാരുടെ പേര്? എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. പേര് വരാൻ പോകുന്നത്, ഫസ്റ്റ് വണ്ടെ പേര് 4-chloro 2-ethyl 1-methyl cyclohexane. എന്തുകൊണ്ടാണ്? നമ്പറിങ് നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാവരും നോക്കുക. 1 2 3 4 5 6 ഇങ്ങനെയായിരിക്കും ഞാൻ നമ്പർ ചെയ്യുക. അപ്പം നിങ്ങളിൽ കുറച്ച് പേര് ചോദിക്കും, സാറേ ഇവിടെ വെച്ച് തുടങ്ങിക്കൂടെ? 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത് ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലുമാണ്. ഞാൻ ഇങ്ങനെ നമ്പർ ചെയ്യണം, 1 2 3 4 നമ്പർ ചെയ്യണമെങ്കിൽ 1 2 3 4 എനിക്ക് സബ്സ്റ്റിറ്റ്യൂവൻസ് വരാൻ പോകുന്നത് ഫസ്റ്റും തേർഡും ഫോർത്തുമാണ്. വിച്ച് ഇസ് ബെറ്റർ? ദിസ് ഇസ് ഒബ്വിയസ്ലി ബെറ്റർ ദാൻ ദിസ്. This is obviously better than this. Yes or no? Yes or no? So basically numbering വരുന്നത് ഇങ്ങനെയായിരിക്കും. 1 2 3 ഫസ്റ്റ് പൊസിഷനിൽ മീഥൈൽ, സെക്കൻഡ് പൊസിഷനിൽ ഈഥൈൽ, ഫോർത്ത് പൊസിഷനിൽ ക്ലോറോ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യുക. 4-chloro 2-ethyl 1-methyl cyclohexane. ഡൺ. അടുത്തതിലേക്ക് കിടക്കാം.
ഇവിടെ എങ്ങനെയായിരിക്കും നമ്പർ ചെയ്യുക? 1 2 3. തലോട്ടപ്പൻ OH ആണ്, തലോട്ടപ്പൻ OH ആണ്, മെയിൻ ആൾ OH ആണ്. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2 methyl cyclohexane 1-ol. 2 methyl cyclohexane 1-ol. ഹെക്സൈൻ എന്ന് ഇടണ്ട, കാര്യം എന്നും O ആണ്, നോൺ വവലും വവലും ആണ് വരുന്നത്. ഹെക്സൻ 1-ol എന്ന് ഇട്ടാൽ മതി. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻ. നെക്സ്റ്റ്, ഇവനെ എങ്ങനെയായിരിക്കും നമ്പർ ചെയ്യുക? എന്തായാലും ഇവനെ മെയിൻ ചെയിനിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കബോക്സിലിക് ആസിഡ് വെച്ചിട്ടായിരിക്കും പേര് എൻഡ് ചെയ്യാൻ പോകുന്നത്, ഓയിക് ആസിഡ് വെച്ചിട്ടല്ല. സോ ബേസിക്കലി 1 2 3 4 5 6. തേർഡ് പൊസിഷനിൽ ബ്രോമോ, തേർഡ് പൊസിഷനിൽ മീത്തൈൽ. 3 ബ്രോമോ 3 മീത്തൈൽ, 3 ബ്രോമോ 3 മീത്തൈൽ സൈക്ലോഹെക്സേൻ കാർബോക്സിലിക് ആസിഡ്. ഹെക്സനോയിക് ആസിഡ് എന്ന് ഇടരുത്. കാര്യം എന്താണ്? ഇവനെ നമ്മൾ മെയിൻ ചെയിനിൽ ആഡ് ചെയ്യുന്നില്ല. സൈക്ലോഹെക്സേൻ കാർബോക്സിലിക് ആസിഡ്. അണ്ടർസ്റ്റുഡ് മൈ ഡിയർ ചാമ്പ്യൻസ്? അടുത്ത നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. NEET 2017 ക്വസ്റ്റ്യൻ ആണ്. NEET 2017 ക്വസ്റ്റ്യൻ ആണ്. IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. എല്ലാവരും സ്വയം ചെയ്യാൻ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. IUPAC നെയിം ഓഫ് ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട് ചെയ്യാൻ നോക്കുക. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. എങ്ങനെയാണ് ചെയ്യുക? ആർക്കാണ് എവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക? ചിലർ പറയും സാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. കാര്യം എന്താണ്? മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ഇവനാണ്, ആൽഡിഹൈഡ് ആണ്. ഇവനാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവനാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6. കീറ്റോൺ വരുന്നത് പ്രിഫിക്സ് ആയിരിക്കും. ഡബിൾ ബോണ്ട് അതും ആഡ് ചെയ്യണം പ്രൈമറി സഫിക്സ് ആയിട്ട്. മീഥൈൽ വരുന്നത്, ഇവൻ വരുന്നത് പ്രിഫിക്സ് ആയിരിക്കും. ഇവൻ വരുന്നത് പ്രിഫിക്സ് ആയിരിക്കും. സോ സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ, തേർഡ് പൊസിഷനിൽ ഓക്സോ. ഓക്സോ അല്ലെങ്കിൽ കീറ്റോ എങ്ങനെ വേണമെങ്കിലും ഇടാം. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ, തേർഡ് പൊസിഷനിൽ ഓക്സോ അല്ലെങ്കിൽ കീറ്റോ എങ്ങനെ വേണമെങ്കിലും ഇടാം. നോക്കുക ഏതാണ്? 3 കീറ്റോ 2 മീഥൈൽ, 3 കീറ്റോ 2 മീഥൈൽ ഹെക്സ് 4. ഫോർത്ത് പൊസിഷനിലല്ല ഡബിൾ ബോണ്ട് വരുന്നത്, 4 enal. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? നമ്പറിങ് എപ്പോഴും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അവിടെ നിന്നല്ല ഇവിടെ നിന്ന്. കാര്യം പ്രിൻസിപ്പൽ തലോട്ടപ്പൻ ആൽഡിഹൈഡ് ആണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഡി വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഹൂസ് IUPAC നെയിം ഇസ് 3-ethyl 2-hydroxy 4-methyl hex 3N5 ionoic acid. കബോക്സിലിക് ആസിഡ് ആണ് തലോട്ടപ്പൻ എന്നറിയാം. 2013 ക്വസ്റ്റ്യൻ ആണ്. കബോക്സിലിക് ആസിഡ് ആണ് തലോട്ടപ്പൻ. മൂന്നാമത്തെ പൊസിഷനിൽ ഈത്തൈൽ വരുന്നുണ്ട്, രണ്ടാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നോക്കാം. ഇത് ബേസിക്കലി ട്രയൽ ആൻഡ് എററിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്വന്തം ചെയ്യാൻ നോക്കരുത്. ട്രയൽ ആൻഡ് എറർ ഓപ്ഷൻസ് വെച്ചിട്ട് നോക്കുക, അതാണ് ഈസിയർ മെത്തേഡ്. ഇവന്റെ പേര് നോക്കാം. എവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക? 1 2 3 4 5 6. Choose the chain with maximum number of unsaturation. അല്ലേ? മാക്സിമം നമ്പർ ഓഫ് അൺസാച്ചുറേഷൻ. ഇവനാണ് മെയിൻ ചെയിൻ, അവൻ തന്നെയാണ് ലോങ്സ്റ്റ് ചെയിനും. ഇവിടെ നോക്കുക, സെക്കൻഡ് പൊസിഷനിൽ OH വരുന്നുണ്ട്, 2-hydroxy. ഓക്കെ, തേർഡ് പൊസിഷനിൽ ഈഥൈൽ വരുന്നുണ്ട്, തേർഡ് പൊസിഷനിൽ ഈഥൈൽ വരുന്നുണ്ട് അല്ലേ? തേർഡ് പൊസിഷനിൽ ഈഥൈൽ വരുന്നുണ്ട്. ഓക്കെ ഫൈൻ, അവനും കറക്റ്റ് ആണ്. ഫോർത്ത് പൊസിഷനിൽ മീഥൈലും വരുന്നുണ്ട്, അതും കറക്റ്റ് ആണ്. ഹെക്സ് തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, അതും കറക്റ്റ് ആണ്. ഫിഫ്ത്ത് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്, അതും കറക്റ്റ് ആണ്. സോ ബേസിക്കലി എ ആണ് ആൻസർ. എ വിൽ ബി ദി ആൻസർ മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് അധികം തപ്പേണ്ട ആവശ്യമില്ല, ഇവനാണ് ആൻസർ. Got it? Is that clear, my dear champions? Perfect or not? Next. IUPAC name of the compound. IUPAC name of this particular compound. Talotapan ആരാണ്? Carboxylic acid ആണ്. Okay. So 1 2 3 4 5. Fourth position methyl, third position hydroxy. Fourth position methyl, third position hydroxy. സോ ബേസിക്കലി എന്താണ് പേര് വരാൻ പോകുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഏതാണ് ആദ്യം വരുന്നത്? എച്ച് ആണോ എം ആണോ? ABCDEFG H. സോ 3-hydroxy ആദ്യം എഴുതണം. 3-hydroxy 4-methyl pentanoic acid. Got it? Yes or no? C will be the answer.
Cool. So that brings us to the end of IUPAC. IUPAC nomenclatureന്റെ അന്ത്യം നമ്മൾ കുറിച്ചിരിക്കുന്നു. ഇനിയും കുറച്ചുണ്ട്. ഈപോക്സൈഡ്സ് ഉണ്ട്, യെസ് ഓർ നോ, അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇവന്മാരുടെ എല്ലാവരുടെയും പേര് കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് നമ്മൾ ഹൈഡ്രോകാർബൺസിൽ കുറച്ച് കാണും. ഹൈഡ്രോകാർബൺസ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണും. യെസ് ഓർ നോ. ഈപോക്സൈഡ്സിനെ കുറിച്ച് നമ്മൾ 12th ആൽക്കഹോൾ ഫീനോൾസ് ഈത്തറിൽ എങ്ങനെയാണ് അവരുടെ പേര് എഴുതുക എന്നുള്ളത് മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ ഇവന്മാരെയൊക്കെ ആദ്യം നിങ്ങൾ എന്താണെന്ന് പഠിക്കണം. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണ് പഠിക്കണം, ബെൻസീൻ റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പഠിക്കണം, ഈപോക്സൈഡ്സ് എന്താണെന്ന് പഠിക്കണം. ഈപോക്സൈഡ്സ് ആർ സ്പെഷ്യൽ കേസസ് ഓഫ് ഈത്തർ. ഇതൊക്കെ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് അവന്മാരുടെ IUPAC. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വൈഡ് റേഞ്ച് എക്സോസ്റ്റീവ് നെയിമിംഗ് ആണ്. അതായത് കുറേ എക്സാമ്പിൾസും കുറേ കേസസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ഓൾ ഓഫ് ദം. IUPAC നോമൻക്ലേച്ചറിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് വരും. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. ഇനി അടുത്ത ക്ലാസ്സിൽ, ഞാനിപ്പോൾ ഇവിടെ എൻഡ് ചെയ്യാണ്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ രസകരമായ ഇൻഡക്റ്റീവ് ഇഫക്റ്റിലേക്ക് കിടക്കും. അതായത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ്. ഇവന്മാരാണ് ബേസിക്കലി ഓർഗാനിക് കെമിസ്ട്രി റൂൾ ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസനൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, അത് കഴിഞ്ഞ് അരോമാറ്റിസിറ്റി ഉണ്ട്. അതിൽ ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ്, അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസനൻസ്, ഹൈപ്പർ കോൺജുഗേഷനിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ മേജർലി പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So stay tuned my dear students, don't miss the class. Till then, love you guys a lot. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക my dear champions, മറക്കരുത്. Okay? Yes or no? So love you guys a lot. See the video once again. Questions ഒക്കെ ഒരുമിച്ച് ചെയ്യാൻ നോക്കുക. Okay? And ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. Okay? I'll see you guys for the next class. Till then, bye-bye.